വറഹ്മത്തുള്ളാഹി. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ ശഫീഉൽ മുദ്നിബീൻ ഇമാമിൽ മുത്തഖീൻ റസൂലി റബ്ബിൽ ആലമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة. بسم الله عليك توكلنا وإليك أنبنا وإليك المصير. حسبنا الله ونعم الوكيل ولا حول ولا قوة إلا بالله العلي العظيم. ولا حول ولا قوة إلا بالله العلي العظيم. ولا حول ولا قوة إلا بالله العلي العظيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. മഹാന്മാരായ ബഹുമാനികളായ ആലിമീങ്ങൾ, ബഹുമാനികളായ ഉമറാക്കൾ, സുന്നത്ത് ജമാഅത്തിന്റെ കർമ്മധീരരായ പ്രവർത്തകന്മാർ, ബഹുമാനികൾ, വിദ്യാർത്ഥികളെ, അള്ളാഹുവെ ഒരുമിച്ച് കൂടിയത് സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ. അള്ളാഹുവിന്റെ മുഖർറബീങ്ങളായ ദാസന്മാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. സകല മുസീബത്തുകളെ തൊട്ടും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഈ നാടിനെ, ഈ അങ്ങാടിക്ക് ഇതൊരു റഹ്മത്തായി ഭവിക്കട്ടെ. ഇത് പങ്കെടുത്ത എല്ലാ നാട്ടിനും അതിന് പങ്കെടുത്ത ചെറുപ്പക്കാർക്കും ഇതിന് മാറ്റുകൂട്ടിയ എല്ലാവർക്കും അല്ലാഹു തആല ഒരു ദുന്യവിയം ഉഖ്റവിയമായ വലിയ ഒരു ഫضലായി അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ റഹ്മത്തിൽ നിന്ന് ചൊരിഞ്ഞു കൊടുക്കട്ടെ. ഇതിന് നേതൃത്വം നൽകിയ വൈദ്യവാർഡിന്റെ പ്രവർത്തകന്മാർ, നേതാക്കന്മാർ തുടങ്ങിയവർ, പിന്നെ അതിനൊക്കെ മുൻനിരയില്ലെന്ന ആളുകൾ, എല്ലാവർക്കും അല്ലാഹു തആല ഇത് പരലോകത്തെ ഹബീബിന്റെ കൂടെ സിറാത്ത് കടക്കാനുള്ള ഒരു മാർഗമാക്കി തരട്ടെ. ബഹുമാനപ്പെട്ട മുഅ്മിനീൻ, ഞാൻ നേരത്തെയൊന്നും പറയാതെ അവസാനിപ്പിക്കും. ബഹുമാനപ്പെട്ട CK ബന്ധപ്പെട്ട് ഇവിടെ കാഞ്ഞങ്ങാട് അങ്ങാടിയിൽ റബീഉൽ അവ്വൽ അവസാനം നടക്കുന്ന ഒരു നബിദിന സംയുക്ത പരിപാടിക്ക് ഒരു ഡേറ്റ് വേണമെന്ന് നിർബന്ധിച്ച് അങ്ങനെ ഈ ദിവസം നേരത്തെ വാങ്ങിപ്പോയിരുന്നു. എന്റെ വീട്ടിലാണെങ്കിൽ വളരെ കുട്ടിക്കാലത്ത്, ക്ഷാമത്തിന്റെ കാലത്ത്, ദാരിദ്ര്യമുണ്ടായിരുന്ന കാലഘട്ടത്തിൽ, വല്യുപ്പയുടെ കാലം മുതലേ, എന്റെ ഓർമ്മ വെച്ച അക്കാലം മുതൽ മുടങ്ങാതെ വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് മൗലൂദുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് സന്ദർഭവശാൽ നാളെയാണ്. എല്ലാവർക്കും ആതിഥേയനായ ഞാൻ വളരെ ദൂരെ, ഒരു 400 കിലോമീറ്റർ ദൂരെ ഇവിടെ ഈ സമയം പ്രസംഗിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു മോശപ്പെട്ട കാര്യമായി ബന്ധപ്പെട്ടവർ ധരിക്കും. ബാപ്പ എന്നോട് രൂക്ഷമായ അഭിപ്രായക്കേട് പറയുകയും ചെയ്യും. പക്ഷേ കാഞ്ഞങ്ങാടിലെ ചില പ്രവർത്തകന്മാരുമായി അഭേദ്യമായ ചില ബന്ധവും, മുമ്പ് ചില പരിപാടികൾ ഇവിടെ മുടങ്ങിപ്പോയതിലുള്ള മാനസിക വിഷമവും, പിന്നെ ഈ ഭാഗത്ത് നമ്മുടെ കാര്യങ്ങൾക്കൊക്കെ നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട SOS സംസ്ഥാന സെക്രട്ടറിയായ ബഹുമാനപ്പെട്ട CK മാണിയൂരിനോടുള്ള ഒരു അഭേദ്യമായ ഒരു സൗഹൃദവും എല്ലാം കൊണ്ടാണ് ഈ ഒരു പരിപാടി മുടങ്ങാതെ ഇരിക്കണമെന്ന് വിചാരിച്ച് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. വാക്കുകൾ കുറഞ്ഞു പോയെങ്കിൽ ക്ഷമിക്കണം. ധാരാളം ആലിമീങ്ങൾ ഇവിടെ എനിക്ക് ശേഷം സംസാരിക്കും. അധ്യക്ഷ പ്രഭാഷണം പോലും നടന്നിട്ടില്ല. ധാരാളം ആലിമീങ്ങൾ, മുഅ്മിനീങ്ങളെ, ഇവിടെ കാര്യഗൗരവമായി നാം ഒരു കാര്യം ചിന്തിക്കണം. ബഹുമാനപ്പെട്ട സത്യദീനിന് അത് അള്ളാഹുവിന്റെ ശരിയായ ഒരു മാർഗമാണ്. എന്നാൽ ആ മാർഗത്തിന് ഭംഗപ്പെടുത്താനുള്ള അനവധി ഡ്യൂപ്ലിക്കേറ്റ് മാർഗങ്ങൾ അതിന്റെ ആവിർഭാവ കാലഘട്ടം മുതൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഋജുവായ പന്ഥാവിലൂടെ മനുഷ്യരെ ഒരുക്കി നിർത്തിയ ഒരു സൽസരണി പുണ്യനബി കാണിക്കുകയും ചെയ്തു സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ബഹുമാനപ്പെട്ട സ്വഹാബത്തിന്റെയും താബിഈങ്ങളുടെയും ഒക്കെ മാർഗം എന്ന് പറയുന്നു. എല്ലാവരും ഇത് ഗൗരവമായി ചിന്തിക്കണം. ബഹുമാനപ്പെട്ട സത്യദീൻ ഈ കാലഘട്ടം വരെ നിലനിന്ന് പോന്നത് ഈ മുത്തഖീങ്ങളായ സാലിഹീങ്ങളുടെ മാർഗത്തിലാണ്.
അവരെല്ലാവരും ഇവിടെ പുലർത്തിപ്പോന്ന ആ ഒരു ശുദ്ധമായ പന്ഥാവ് ലോകത്തിന്റെ നാനാഭാഗത്തും ആ രീതിയിൽ തന്നെ ഇന്നും നിലനിന്നുകൊണ്ടിരിക്കുന്നു. പടച്ചതമ്പുരാൻ തൗഫീഖ് ചെയ്യട്ടെ. ആ മാർഗത്തിൽ ഏറ്റവും കരുത്തുറ്റ ഒരു ദീപം കാണിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഏകദേശം ഒരു നൂറ്റാണ്ടോളമായി സംഘടിതമായി ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. അതിനു മുമ്പും ധാരാളം ആലിമീങ്ങൾ ആ കർമ്മം നിർവഹിച്ചു പോന്നിരുന്നു. ആ കർമ്മം ബഹുമാനപ്പെട്ട മഖ്ദൂം തങ്ങളിലേക്ക് എത്തിച്ചേരുന്നു. മഖ്ദൂം തങ്ങളാകട്ടെ അവരുടെ വഴി ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങളിലേക്കും, അതുവഴി സക്കരിയ അൻസാരിയിലേക്കും, അതുവഴി ഇമാം നവവി തങ്ങളിലേക്കും, അതുവഴി ഇമാം ശാഫിഈ തങ്ങളിലേക്കും, അതുവഴി ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഉമർ തങ്ങളിലേക്കും റളിയല്ലാഹു അൻഹുമ, പിന്നെ ബഹുമാനപ്പെട്ട ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്കും എത്തിച്ചേരുന്നു. ആ പന്ഥാവ് റബീഉൽ അവ്വൽ അവസാനിക്കവേ നമ്മളെല്ലാവരും ആ സരണിയിൽ മുറുകെ പിടിക്കണമെന്നാണ് വളരെ വിനയത്തിലും താഴ്മയിലും എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. സത്യസരണിയാകുമ്പോൾ അതിന് ഡ്യൂപ്ലിക്കറ്റായ മാർഗങ്ങളുണ്ട്. അതിന്റെ രീതികൾ ചില പുതിയ സംഘടനകളുടെയും മറ്റും രീതികൾ പ്രത്യേകിച്ച് അത് അനുഭവവേദ്യവും മനോഹരവുമായി. പക്ഷേ അതിന്റെ ഉള്ളറ എന്ന് പറയുന്നത് ആശങ്കയുടെയും സംശയത്തിന്റെയും ഭാഗമാണ്. ഇസ്ലാം സംശയത്തിന്റെ ഒരു മതമല്ല, ഇസ്ലാം യഖീനിന്റെ മതമാണ്. ഖുർആൻ തുടങ്ങിയത് തന്നെ അലിഫ് ലാം മീം ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദല്ലിൽ മുത്തഖീൻ എന്ന പരമപ്രധാനമായ കാര്യം പറയുന്നതിന് മുമ്പ് ഖുർആൻ പറഞ്ഞത് ലാ റൈബ ഫീഹി. അലിഫ് ലാം മീം ദാലികൽ കിതാബു ലാ റൈബ ഫീഹി, രീപത്തില്ല, സംശയമില്ല. ഖുർആൻ എന്ന് പറയുന്നത് ഫാത്തിഹയും 113 അധ്യായങ്ങളും. ഫാത്തിഹ ഉമ്മുൽ ഖുർആന, ആ ഉമ്മുൽ ഖുർആന്റെ വിശദീകരണമാണ് പിന്നെയുള്ള 113 അധ്യായങ്ങൾ. മൊത്തം ഖുർആനിലുള്ള വിഷയങ്ങൾ ഫാത്തിഹയിൽ സംക്ഷിപ്തമായിട്ടുണ്ട്. അത് മദ്ദിയത്തുമാണ്, മദനിയത്തുമാണ്. നിസ്കാരം തുറവാക്കിയപ്പോഴും ഖിബ്ലയെ മാറ്റിയപ്പോഴും മുസ്തഫ നബിയിലേക്ക് അത് ഇറങ്ങി വന്നിട്ടുണ്ട്. അത് അസ്സബഉൽ മസാനിയ. അങ്ങനെയുള്ള ബഹുമാനപ്പെട്ട ഫാത്തിഹയുടെ വിശദീകരണം ആരംഭിക്കുകയാണ്. എന്താ തുടക്കം? അലിഫ് ലാം മീം ദാലികൽ കിതാബു ലാ റൈബ ഫീഹി. ഖുർആനിൽ സംശയമില്ല. സംശയമുള്ളത് ഖുർആനിന്റെ വഴിയുമല്ല. ആര് സംശയം കൊണ്ടുവരുന്നോ അവർ ദീനിൽ നാശം കൊണ്ടുവരും. സംശയം എന്നാൽ ഏത് സംശയം? മുഗാമികളായ സാലിഹീങ്ങളുടെ മാർഗങ്ങളിൽ നിന്നുള്ള സംശയങ്ങൾ. അല്ലാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. ഉറക്കെ പറയണം, അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ഇവിടെ നിങ്ങൾ റബീഉൽ അവ്വൽ കഴിഞ്ഞുകൊണ്ടിരിക്കുക. ധാരാളം മദ്ഹുകൾ കേട്ടു, എതിരായ അഭിപ്രായങ്ങളും നിങ്ങൾ ധാരാളമായി കേട്ടു. ഇത് സമാപിക്കുമ്പോൾ എനിക്ക് പറയാനുള്ള മൗലികമായ 2 കാര്യമാണ്. ഇതിൽ ഒന്നാമത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞു തുടങ്ങിയത്. ഒന്നിതാണ്, മുത്തഖീങ്ങളുടെ പന്ഥാവിനെ അനുസരിക്കണം, മുത്തഖീങ്ങളുടെ രീതിയെ അവലംബിക്കണം. മുത്തഖീങ്ങൾ സംശയമില്ലാത്തവരാകുന്നു. വസ്വാസ് ഒരിക്കലും അവർ ഉണ്ടാക്കിയിട്ടില്ല. വസ്വാസിന് അവരുടെ പ്രവർത്തനം അന്യമാണ്. ഖുർആൻ അങ്ങനെ പറഞ്ഞിരുന്നു, മർമ്മണത്. അലിഫ് ലാം മീം ദാലികൽ കിതാബു ലാ റൈബ ഫീഹി. തുടക്കം പറയുന്നത് റീബത്ത് വേണ്ട, സംശയം വേണ്ട. മുത്തഖീങ്ങളായ ആളുകളുടെ മാർഗത്തിൽ വരുന്നതിൽ സംശയം വേണ്ട. ഖുർആനിൽ അതിന്റെ മൗലിക ഘടനയിൽ നാമാവശേഷമാക്കുന്ന സംശയങ്ങൾ വേണ്ട. ഇത് പറഞ്ഞ് അവസാനിപ്പിക്കുകയും ചെയ്തു. ഖുൽ അഊദു ബിറബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ്. മനുഷ്യ ഹൃദയങ്ങളിൽ വസ്വാസ് ഉണ്ടാക്കുന്ന ശൈത്താൻമാർ വരും. ആരാണ് ഈ ശൈത്താൻ? ശൈത്താൻ പലപ്പോഴും മനുഷ്യൻ. وكذلك جعلنا لكل نبي عدوا شياطين الانس والجن. മനുഷ്യ ശൈത്താൻമാരും ജിന്ന് ശൈത്താൻമാരും വരും. അബൂദർ തങ്ങൾ മുസ്തഫ നബിയോട് ചോദിച്ചു, അമിനൽ ഇൻസി ശൈത്താൻ, മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ശൈത്താനുണ്ടോ നബി? നഅം വഹുവ അശറുൽ ഖൽഖ് എന്ന് പറഞ്ഞു.
സാലിഹീങ്ങളായ സാലിഹീങ്ങളുടെ മാർഗമുണ്ട്. എത്രത്തോളം നിസ്കാരം, നോമ്പ് ഇതൊന്നും കാണിച്ചിട്ട് കാര്യമില്ല. ഒരാളുടെ പ്രവർത്തനം ഒരു ഉമ്മത്തിന് വസ്വാസായി മാറിയാൽ അത് നാശമാണ്. അവർ കഴിഞ്ഞു വന്ന മുത്തഖീങ്ങളുടെ മാർഗത്തിന് വസ്വാസം ഉണ്ടാകാൻ പാടില്ല. നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഒക്കെ പറയും അല്ലാഹു കാത്തുരക്ഷ. ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅമാലൻ അല്ലദീന വല്ല സഅയുഹും ഫിൽ ഹയാത്തിദ് ദുനിയ വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻഅ. എന്തൊരായത്താണ്. ഖുൽ ഹൽ നുനബ്ബിഉകും അങ്ങക്ക് ഖുൽ നബിയെ തങ്ങൾ പറയുക, നുനബ്ബിഉകും നാം നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ, ഫിൽ അഖ്സരീന അഅമാലൻ അല്ലദീന വല്ല സഅയുഹും ഫിൽ ഹയാത്തിദ് ദുനിയ. ഈ ആയത്ത് ഇറങ്ങിയത് നസലത്ത് ഫിൽ ഖവാരിജി, കാലഘട്ടക്കാരിൽ വരാൻ പോകുന്ന ഖവാരിജികൾ എന്ന മുബത്തദിഈങ്ങളുടെ കാര്യത്തിലാണ് ഈ ആയത്തിറങ്ങിയത് എന്ന് റൂഹുൽ ബയാനിൽ ഇസ്മാഈൽ ഹഖിൽ ബറൂസബി റളിയല്ലാഹു അൻഹു ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. റഹ്മത്തുള്ളാഹി വകയല്ല. കാനൂ സുഖാദൽ കൂഫ, അവർ കൂഫയിൽ വലിയ നിസ്കാരക്കാരായിരുന്നു. വലിയ നിസ്കാരക്കാരായ ഒരു സംഘം വന്നു ഈ കാലഘട്ടത്തിൽ. ഖവാരിജികൾ അവരാണ് മുബത്തദിഈകളിലെ ആദ്യത്തെ സംഘം. അവർക്കെതിരാ പറഞ്ഞത് അവർ വലിയ അമൽ ചെയ്യും, പക്ഷേ അവർ നല്ലത് ചെയ്തുകൊണ്ട് നടക്കുകയാണെന്ന് ധരിക്കും, പക്ഷെ അവർ നല്ലവരല്ല. അങ്ങനെ ഒരു സംഘം പിന്നീട് വരും എന്ന് ഖുർആൻ. ഇവിടെ ഖുർആന്റെ ഒരു ഇജാസാണ്, ഖുർആന്റെ മുഅ്ജിസത്താണ്. പിന്നീടുണ്ടാകുന്ന ഒരു സംഘടനയെ കുറിച്ച് നേരത്തെ സൂചിപ്പിച്ചു. ഇവർ ദീനിലെ ആദ്യത്തെ ബിദ്അത്ത് സംഘമായിരുന്നു. അവർ ബഹുമാനപ്പെട്ട അഹ്ലുൽ ബൈത്തിന്റെ വിരുദ്ധമായ വിഭാഗമായിരുന്നു. അവർ ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബിന് എതിരായിരുന്നു. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ചില്ലറക്കാരല്ല, അതല്ല, അസ്ഹാബുൽ അബായിൽ ഒരാളായിരുന്നു. അസ്ഹാബുൽ അബായ് എന്ന് പറയുന്ന ആളുകൾ ബഖിയത്തുൽ ഖുലഫായിൽ അർബഅയേക്കാൾ പ്രധാനപ്പെട്ട ആളുകളുമാകുന്നു. അസ്ഹാബുൽ അബായ് എന്ന ഒരു വിഭാഗമുണ്ട്. അവരാണ് ഖുലഫാഉൽ അർബഈൻ. മറ്റ് മൂന്ന് ആളുകളെക്കാളും പ്രധാനം ബഹുമാനപ്പെട്ട സയ്യിദുനാ അലിയാണ്. ഈ നിലക്ക് ആശ്രദ്ധി. എന്തുകൊണ്ട്? ബഹുമാനപ്പെട്ട മുത്തഖീങ്ങളായ മഹാന്മാരിൽ മുഴുവനും അഭിപ്രായക്കാരാണ്. അനുബന്ധ സൂഫിയാക്കൾ. അതിൽപ്പെട്ട മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അലി അലൈഹിസ്സലാം എന്ന് പറയുന്ന രീതി അനവധി സുന്നത്ത് ജമാഅത്തിന്റെ മഹാന്മാരായ മുത്തഖീങ്ങളായ സാലിഹീങ്ങൾ ആലിമീങ്ങൾ പറയാറുണ്ട്. എല്ലാവരെയും റളിയല്ലാഹു അൻഹു എന്ന് പറയുമ്പോൾ അലി അലൈഹിസ്സലാം നബിയായിട്ടല്ല, കൂട്ടത്തിൽ പ്രധാനിയാണ് സയ്യിദുനാ അലി. അലിക്കെതിരായ വിഭാഗമാണ് കൂഫയിൽ വലിയ നിസ്കാരക്കാരായ സംഘമായി വന്നിട്ടുള്ള ഖവാരിജികൾ. ആ ഖവാരിജികളുടെ കാര്യത്തിലാണ് സൂറത്തിറങ്ങി ആയത്തിറങ്ങിയിട്ടുണ്ട്. നമ്മളെ കാക്കട്ടെ, ഉറക്കെ പറയും അല്ലാഹു നമ്മളെ കാക്കട്ടെ. അപ്പൊ ഇവിടെ വളരെ നമ്മൾ ചിന്തിക്കണം, നമ്മുടെ വഴി നമ്മൾ മനസ്സിലാക്കണം. മുഅ്മിനീങ്ങളെ, ഇത് മൗലിദാണ്. മുസ്തഫ നബിയുടെ മദഹ് പറയാം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് പൗരാണികരും പിൽക്കാലക്കാരും തമ്മിൽ വ്യത്യാസമില്ലാത്ത ഒരു പ്രവർത്തനമാണ്. അതിന്റെ രീതികളിൽ വ്യത്യാസമുണ്ടോ, കോലങ്ങളിൽ വ്യത്യാസം. മഹബ്ബത്തിന്റെ പ്രത്യക്ഷത്തിന് കൈഫിയത്തില്ല. കൈഫിയത്തുള്ള അമലുണ്ട്, കൈഫിയത്തില്ലാത്ത അമലുമുണ്ട്. ചില അമലുകൾക്ക് കൈഫിയത്തുണ്ടാകും, ഇങ്ങനെ ചെല്ലണമെന്നുണ്ടാകും, ഇങ്ങനെ ചെയ്യണമെന്നുണ്ടാകും. നമസ്കാരത്തിന് കൈഫിയത്തുണ്ട്, പക്ഷെ ദുആഇന് കൈഫിയത്തില്ലല്ലോ. പ്രധാനപ്പെട്ട എന്താ കൈഫിയത്ത്? അതെങ്ങനെയാകാം? മലയാളത്തിലാകാം, അറബിയിലാകാം, ഇനി എങ്ങനെയാവാം? അങ്ങനെ ഇതൊന്നുമില്ല. സ്വലാത്തിന്റെ കൈഫിയത്തില്ലല്ലോ. കലിമത്തുൻ തുംബിഉ അലാ സനാഇ വദുആഇ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഹിയ സ്വലാത്ത്. ഒക്കെ സ്വലാത്ത്. ഇത് സ്വലാത്ത്. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇതെല്ലാം സ്വലാത്ത്. ഇതൊക്കെ സ്വലാത്ത്. ഹബീബായ നബിയുടെ മദ്ഹ് പറയൽ സ്വലാത്താകുന്നു. സ്വലാത്തിന്റെ കൈഫിയത്തില്ല, ഇങ്ങനെ ചെല്ലണമെന്നില്ല. ലോകത്തെ ലക്ഷക്കണക്കായ കിതാബുകളിൽ ലക്ഷക്കണക്കായ സ്വലാത്തുകളാകുന്നു. വെറുതെ പറയുകയല്ല,
ഞാൻ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാളാണ്. എന്തെങ്കിലും വിളിച്ച് പറഞ്ഞു പോകാൻ എനിക്ക് പറ്റില്ല. ഞാനിവിടെ കാഞ്ഞങ്ങാട് ഇനിയും വരേണ്ടവരാണ്, ഒരാളാണ്, മുമ്പും വന്ന ആളാണ്. ഇവിടെയൊക്കെ പരിസരത്ത് ഖുർആൻ സ്റ്റഡി സെന്ററിന്റെ ശാഖകളുണ്ട്. ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനമാണ്. എന്റെ ചെയർമാൻ ബഹുമാനപ്പെട്ട സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ കേരളത്തിൽ മാത്രം 1.5 ലക്ഷത്തോളം വിദ്യാർത്ഥികളുള്ള ജനകീയ ഖുർആനിക വിചാരവേദിയുടെ ഒരു എളിയ പ്രവർത്തകൻ എന്ന നിലയിൽ എന്തെങ്കിലും ഒരു സദസ്സിൽ വിളിച്ചു പോയി പറയാൻ എനിക്ക് പറ്റൂല. എനിക്ക് വീണ്ടും ഇവിടെ വരേണ്ട. ഇത് നിങ്ങൾ ചിന്തിക്കണം. ഇങ്ങനെ ഒരു സ്വലാത്ത് മൗലിദ് മുൻകാലത്ത് നടത്തിയിട്ടുണ്ട്. അവർ ഇസ്ലാമും അറിയില്ല, അവരുടെ മൗലികതയും അറിയില്ല, ഒന്നും അറിയില്ല. അവർ അഞ്ജനമെന്നത് ഞാനറിയും, മഞ്ഞൾ പോലെ വിടുത്തിരിക്കും എന്ന് പറയുന്നത് ഒന്നും അറിയില്ല. എല്ലാ അമലിനും കൈഫിയത്തുണ്ടോ? എന്തതിനർത്ഥം? സ്വലാത്തിന് കൈഫിയത്തില്ല. സ്വലാത്ത് ഹബീബിന്റെ മദഹോ, ഹബീബിന്റെ മേലുള്ള ദുആ അറിയിക്കുന്ന ഏത് പദപ്രയോഗങ്ങളും സ്വലാത്തു തന്നെ. അതിനൊരു പ്രത്യേക വിധമില്ലല്ലോ. ലോകത്തെ 1 ലക്ഷം കിതാബുകളിൽ 1 ലക്ഷം സ്വലാത്താകുന്നു. മഹബ്ബത്തിന്റെ പ്രത്യക്ഷം, മഹബ്ബത്തിന്റെ ഇൽഹാറിന്, മഹബ്ബത്ത് പ്രകടമാക്കാൻ പ്രത്യേകമായ കൈഫിയത്തില്ല, പ്രത്യേക രീതിയില്ല. അതെന്തോ അത് ഓരോരുത്തർക്ക് തോന്നിയ വിധത്തിൽ മഹബ്ബത്തിനെ ഇൽഹാർ ചെയ്യാം. മഹബ്ബത്ത് അവിടുന്നേ ഉള്ളൂ. ഹബീബിനോടുള്ള മഹബ്ബത്ത്. ആരാണ് ഈ ഹബീബ് എന്നറിയുമോ? ആരാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം? ആരാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം? മുഹമ്മദ് നബി നമ്മളൊക്കെ നമ്മളാകാൻ അടിസ്ഥാന ഈ സംസ്കാരം നമുക്കുണ്ടാകാൻ അടിസ്ഥാന കാരണക്കാരൻ മുഹമ്മദ് നബിയാ. മുഹമ്മദ് നബിയിൽ വിശ്വസിക്കാത്ത ഒരു നബിക്ക് അല്ലാഹു നുബുവ്വത്ത് നൽകിയിട്ടില്ലല്ലോ. മാ ബഅസല്ലാഹു നബിയൻ ഇല്ലാ ആമന ബി മുഹമ്മദ് നബിയിൽ വിശ്വസിക്കാത്ത ഒരാൾക്ക് നുബുവ്വത്ത് കൊടുത്തു. അതാണ് മുഹമ്മദ്. ഒന്നുറക്കപ്പറ, അതാണ് മുഹമ്മദ്. കുട്ടികളെ, നിങ്ങളെന്താണ് ഇതിങ്ങനെ ഒരു തരം വികട മനോഭാവത്തിൽ ചിന്തിക്കുന്നു? മറ്റുള്ള സംഘടനകൾ ഒന്ന് നേരാൻ വണ്ണം ചിന്തിക്കും. أولى بالمؤمنين من أنفسهم وأزواجه أمهاتهم. أنا محمد نبي النبي أولى بالمؤمنين من أنفسهم. മുഅ്മിനായ മനുഷ്യർക്ക് സ്വന്തം തടിയേക്കാൾ പ്രധാനം മുഹമ്മദ് നബിയാ സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വന്തം തടിയേക്കാൾ പ്രധാനം എല്ലാ നബിമാർക്കും മാ ബഅസല്ലാഹു നബിയൻ ഇല്ലാ ആമന ബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുസ്തഫ നബി പറഞ്ഞില്ലേ, മൂസ നബിയുടെയും ഈസ നബിയുടെയും മഹത്വം പറയുകയായിരുന്നു ഒരു സംഘം ആളുകൾ. എന്നിട്ട് അത് കേട്ടിരുന്നു ഹബീബായ നബി. എല്ലാം കഴിഞ്ഞപ്പോ പറഞ്ഞു രണ്ടാളും മഹാൻ. പക്ഷേ ലൗകാന അവർ രണ്ടാളും ഇന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ആ രണ്ടാളുകൾക്കും എന്റെ പിന്നാലെ നടക്കുകയല്ലാതെ നിർവാഹമുണ്ടാവുകയില്ല. നിങ്ങൾ എന്താണ് ഇത് ചിന്തിക്കാൻ? നിങ്ങൾ ഈ പറഞ്ഞ മൂസയും ഈസയും ഉണ്ടല്ലോ അലൈഹിസ്സലാത്തു വസ്സലാം. ഇവരെങ്ങാനും ഇന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ, എന്റെ പിന്നാലെ നടന്നിട്ടില്ലെങ്കിൽ അകബ്ബഹുമുല്ലാഹു ഫിന്നാർ, ഇവർ രണ്ടാളും അല്ലാഹു നരകത്തിലേക്ക് മറിച്ചിട്ടുപോയി എന്ന് മുഹമ്മദ് നബി. ഇതാണ് മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസ്സഖാലൈനി വൽ ഫരീഖൈനി മിൻ റുബിൻ വമിൻ അജാമി മൗലായ സല്ലി വസല്ലം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം ഫഖൻ നബിന ഫീ ഖൽഖി വഫീ ഖുലുഖി വലം യുദാനുഹു ഫീ ഇൽമി വലാ കറമി മൗലായ സല്ലി വസല്ലം ദായിമൻ അബദാ
ചിന്തിക്കണം. അന്ത്യനാളിൽ ദമസ്കസിലെ വെള്ളമുനാരത്തിന്റെ അരികിൽ വരുമല്ലോ സയ്യിദുനാ ഈസ എന്ന് പറയപ്പെട്ട സയ്യിദുനാ ഈസ. എന്താ ഖുർആൻ പറഞ്ഞത്? വമറിയം ഇബ്നത ഇമ്രാൻ അല്ലതി അസ്നത് ഫൗജഹാ വനഫഖന ഫീഹി മിൻ റൂഹിനാ എന്ന സയ്യിദുനാ ഈസ. ഉറക്കപ്പറ സയ്യിദുനാ ഈസ തൊട്ടിലിൽ കിടത്തിയ ആദ്യത്തെ ദിവസമാ ഖാല ഇന്നി അബ്ദുല്ലാഹി ആതാനിയൽ കിതാബ വജഅലനി നബിയ്യ വജഅലനി മുബാറകൻ ഐനമാ കുൻത് വഔസാനി ബിസ്സലാത്തി വസ്സകാത്തി മാ ദുംതു ഹയ്യ വബർറൻ ബിവാലിദതി വലം യജഅൽനി ജബ്ബാറൻ ശഖിയ അസ്സലാമു അലയ്യ യൗമ ഉലിതു വയൗമ അമൂതു വയൗമ ഉബ്അതു ഹയ്യ ذلك عيسى بن مريم سيدنا عيسى. ഈ മനുഷ്യൻ ഇനി വെള്ളമുനാരത്തിന്റെ അരികിൽ ദമസ്കസിൽ ഇറങ്ങി വരും സയ്യിദുനാ ഈസ. എന്നിട്ട് 40 കൊല്ലം ഭൂമിയിൽ ഭരണം നടത്തും. അങ്ങനെയൊക്കെ 40 കൊല്ലം ഭൂമിയിൽ ജീവിച്ചാലും ഒരു സെക്കൻഡ് വഹയും കൊണ്ട് ഈസാ നബിയുടെ അടുത്തേക്ക് സയ്യിദുനാ ജിബ്രീൽ വരില്ല. എന്തുകൊണ്ട്? മുഹമ്മദ് നബി വന്നു കഴിഞ്ഞു. പിന്നെ ഒരാൾക്ക് വഹയി ലഭിക്കുകയില്ല. 23 കൊല്ലമേ മുഹമ്മദ് നബി നബുവത്തിന് ശേഷം ജീവിച്ചിട്ട് സ്വന്തം ഇനി ഇറങ്ങി വന്ന ശേഷമുള്ള പീരിയഡ് മാത്രം ഭൂമിയിൽ ജീവിക്കും ഈസാ നബി. എത്ര? 40 കൊല്ലം. ഒരു സെക്കൻഡ് വഹയി കിട്ടൂല. എന്തുകൊണ്ട്? മുഹമ്മദ് നബി വന്നാൽ പിന്നെ ഒരാൾക്കും വഹയി ചിന്തിക്കും. എന്നാൽ മൂസ നബിയുടെ അതേ സമയത്ത് ഹാറൂൻ നബിക്ക് വഹയി ഉണ്ടായിരുന്നു. അതേ സമയത്ത് ശുഐബിന് വഹയി ഉണ്ടായിരുന്നു. ഒക്കെ ഒരേ സമയത്ത് ഒരാരും ഭൂമിയിൽ നടന്ന 3ാമത്തെ മഹാനാണ് മൂസ നബി. ഭൂമിയിൽ നടന്ന 3ാമത്തെ മഹാനാ സയ്യിദുനാ മൂസ. ആ മൂസ നബിക്ക് വഹയുള്ള അതേ സമയത്ത് സ്വന്തം ജ്യേഷ്ഠൻ ഹാറൂന് വഹയുണ്ട്. അതേ സമയത്ത് സ്വന്തം അമ്മൂസാക്ക ശുഐബിന് വഹയുണ്ട് അലൈഹിസ്സലാത്തു വസ്സലാം. എന്നാ മുഹമ്മദ് നബി വന്നാലോ ഈസാ നബിക്ക് ഒരു വഹി ഉണ്ടാവില്ല. ആരാണ് ഈസാ നബി എന്നറിയോ? ഇദാ റആഹു അദുല്ലാഹി യദൂബു കമാ യദൂബുൽ മിൽഹു ഫിൽ മാ. ദജ്ജാൽ അനത്തുല്ലാഹി അലൈഹി ലോകത്തിനെ മുഴുവനും പേടിപ്പിച്ച് ഉറപ്പിക്കുന്ന ദജ്ജാൽ ഈസാ നബിയെ കണ്ടുപോയാൽ ഉരുകി ഒലിച്ചു തീരുമെന്ന് സയ്യിദുനാ മുഹമ്മദ്. അത്രയും മഹാനാണ് സയ്യിദുനാ ഈസ. ആ ഈസാ നബിക്ക് പോലും വഹി ഉണ്ടാവില്ല. എന്തുകൊണ്ട്? മുഹമ്മദ് നബി വന്ന് ഇങ്ങനെ വഹി ഉണ്ടാവും. മുഅ്മിനീങ്ങളെ, ആരാണിത് നമ്മൾ ചിന്തിക്കണം. ആരാണ് മുഹമ്മദ് നബിയെ ചിന്തിക്കണം. മുഹമ്മദ് നബിയുടെ നാട്ടുകാരെ സ്നേഹിക്കൽ ഈമാന്റെ ഭാഗമാകുന്നു. ഒരാൾ മദീനക്കാരെ സ്നേഹിച്ചാൽ ഈമാന്റെ ഭാഗം, മദീനക്കാരെ വെറുത്താൽ കുഫ്റിന്റെ ഭാഗമാണ്. പഠിച്ചോണ്ടാക്കട്ടെ. ആയത്തുൽ ഈമാൻ ഹുബ്ബുൽ അൻസാർ, ആയത്തുൽ നിഫാഖ് ഹുബ്ബുൽ അൻസാർ. മുഹമ്മദ് നബിയെ പാട്ടുപാടി എതിരേറ്റ നാട്ടുകാരെ ഒരാൾ ബഹുമാനിച്ചാൽ അവൻ ഈമാൻ. ഇന്ന് ഈമാൻ. طلع البدر علينا من ثنيات الوداع وجب الشكر علينا ما دعا لله داعي أيها المبعوث فينا جئت بالأمر المطاع جئت شرفت المدينة مرحبا يا خير داعي يا نبي سلام عليكم سلام عليكم يا حبيب سلام عليكم صلوات الله عليكم آية الإيمان حب الأنصار. ഒരാൾക്ക് അൻസാരികളോട് സ്നേഹമുണ്ടെങ്കിൽ ഉറപ്പിക്കാം അവൻ ഈമാൻ ഉണ്ടാവും. اللهم اجعلنا منهم 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 اللهم اجعلنا منهم. അക്കൂട്ടത്തിൽ ഒരാളുണ്ട് കോഴിക്കോട്ട് കിടക്കുന്നു. കോഴിക്കോട്ട് വഴി ബസ്സിന് പോകുമ്പോഴും ആ കാപ്പാട് വാക്കിക്കൊണ്ട് തിരിഞ്ഞിട്ട് ഒരു സലാം പറഞ്ഞിട്ട് ഒരു ഫാത്തിഹ ഇല്ലതാ തമീമുൽ അൻസാരി റളിയല്ലാഹു അൻഹു അവിടെ കാപ്പാട്ട് കിടക്കും. ഈ കാപ്പാട്ട് കിടന്നുണ്ട്. കാപ്പാട്ട് വഫാത്തായി കിടക്കുന്നുണ്ട് തമീമുൽ അൻസാരി. അൻസാരി നഷ്ടപ്പെടില്ല. കാപ്പാട് ഇങ്ങനെ കൊയിലാണ്ടി കഴിഞ്ഞ് കോഴിക്കോട് എത്തുന്നതിന് ആ കൊല്ലം കൊയിലാണ്ടിൻ്റെ പുറം നന്ദിൻ്റെ ഇടയിലുണ്ട് കൊല്ലം എന്നൊരു സ്ഥലം. അതിൻ്റെ ഉൾഭാഗത്തിൻ്റെ ഒരു പാറപ്പള്ളിയുണ്ട്.
ആ ഭാഗത്തെത്തുന്ന നേരത്തെ ആ ഭാഗത്തേക്ക് എന്നിട്ട് സലാം പറഞ്ഞ് പാത്തിയോട്ടി പോവാം. ഈമാന്റെ حاجة مما أوتوا ويؤثرون على أنفسهم ولو كان بهم خصاصة من يوق شح نفسه أولئك هم المفلحون والذين جاءوا من بعدهم يقولون ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. മദീനക്കാർക്ക് വേണ്ടി മദീനക്കാരെ സ്നേഹിക്കണം. മദീനക്കാർ എന്ത് ചെയ്തു? വല്ലദീന തബവഉദ്ദാറ മുഹിബ്ബിൻ ഹബീബിൻ ഹബീബ് കേറി വന്നപ്പോൾ ഹിജ്റ വരുന്ന ഹബീബിന് വേണ്ടി വീടൊരുക്കി വെച്ചു. വല്ലദീന തബവഉദ്ദാറ ഓരോരുത്തരും വീടൊരുക്കി വെച്ചു. ആ ഒട്ടകപ്പുറത്ത് കയറിയപ്പോൾ മക്കക്കാർ പുണ്യനബിയുടെ തലക്ക് 100 ഒട്ടകം ഇനാം വിളിച്ചിരുന്നു. ആ ഒട്ടകം മദീനയിലെത്തുമ്പോൾ മദീനക്കാർ ആ ഒട്ടകത്തിനെ ഒന്ന് കാണാൻ വേണ്ടി വരുന്ന ഒട്ടകത്തിനെയും ആ ഒട്ടകപ്പുറത്തിരിക്കുന്ന പുണ്യനബിയെയും കാണാൻ വേണ്ടി ഈത്തപ്പനയുടെ മുകളിൽ കയറിയിരിക്കുകയായിരുന്നു. 3 ദിവസത്തോളം ഈത്തപ്പനയുടെ മുകളിൽ കയറിയിരുന്നവരുണ്ടായിരുന്നു. ഊഴം നിശ്ചയിച്ച് ഈത്തപ്പനയുടെ മുകളിൽ കയറിയിരിക്കാം. മക്കയിൽ വരുന്ന വഴിയിലേക്ക് നോക്കിയിരിക്കാം. റസൂലുള്ളാഹി വരുന്നത് കാണാൻ വേണ്ടി. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി അവര് ഈത്തപ്പനയുടെ മുകളിൽ കയറിയിരുന്നു പുണ്യനബിയെ കാണാൻ. പുണ്യനബി വന്നപ്പോഴോ അവരവരുടെ വീട്ടുപടിക്കൽ വെച്ച് തടഞ്ഞു. ഹലുമ്മ ഇലൈനാ ഹലുമ്മ ഇലൈനാ. ഇങ്ങോട്ട് നബിയെ, ഇങ്ങോട്ട് വരി നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം. പുണ്യനബിയും കുഴങ്ങി. എല്ലാവർക്കും അവരവരുടെ വീട്ടിലേക്ക് പോകണം. ഓരോരുത്തരും അവരവരുടെ വീട്ടിലെ ഏറ്റവും മനോഹരമായ മുറി മുഹമ്മദ് നബിക്ക് ഒരുക്കി വെച്ചിരുന്നു. അവസാനം റസൂലുള്ളാഹി ഒട്ടകത്തിന്റെ കയറ് വിട്ടു. ആ ഒട്ടകത്തെ വിട്ടേക്കൂ, അതെവിടെ മുട്ട കുത്തണമെന്ന് പടച്ചവന് കൽപ്പിച്ചിരിക്കുന്നു എന്ന് മുഹമ്മദ് നബി. കുട്ടികൾ പാട്ട് പാടിയാണ്. ഏത് ആയത്തിന്റെ അടിസ്ഥാനത്തിലാണ്, ഏതൊരു ഇൻഫർമേഷൻ നേരത്തെ കിട്ടിയിട്ടാണ് മദീനക്കാർ ഈ പാട്ടൊരുക്കി വെച്ചത്? ഞാൻ വളരെ താഴ്മയോടെ കേരളത്തിലെ മറ്റു അവാന്തര സംഘടനകളോട് താഴ്മയിൽ ചോദിച്ചു, എന്താണ് ഇതിന്റെ കാര്യം? എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ചോദിക്കും? പാട്ടുപാടി എതിരേറ്റു ഹബീബായ നബിയെ. പാട്ട് തന്നെയാണ് എവിടെ മുസ്തഫ നബിയെ പറ്റി പറയുന്ന പാട്ടായിരുന്നു അവരുടെ ഏറ്റവും വലിയ ആവേശം. ഖന്തക്കിന്റെ കിടങ്ങേറിയപ്പോൾ ദിവസങ്ങളോളം പട്ടിണി കിടന്നവർ മുഹമ്മദ് നബിയെ പറ്റി പാട്ടുപാടിയിട്ട് ആക്കളച്ചിരുന്നത്. കിടക്കുന്ന ദിവസം അവർക്ക് ഭക്ഷണം ഉണ്ടായിട്ടില്ല. 3 ദിവസത്തോളം ഭക്ഷണം കഴിക്കാത്തവരുണ്ടായി. പിന്നെ എങ്ങനെ അവർ കളച്ചു? മുസ്തഫ നബിയെ പറ്റിയുള്ള മഹത്വപ്പെട്ട പാട്ടുപാടിയ ആവേശം. ബാബു ഫദ്ലിൽ മുഹാജിരീന വൽ അൻസ്വാർ എന്ന അധ്യായം സ്വഹീഹുൽ ബുഖാരി തുടങ്ങുന്നിടത്ത് മുഹാജിരീങ്ങൾ അൻസാരികളെ പ്രത്യേകത ആദ്യം പറയുന്നത് അവർ ഖന്തക്കിൽ പാട്ടുപാടിയിരുന്നു. തീരുമാനമുണ്ടായി നാളെ അങ്ങനെ പാട്ട് പാടണം. ഹബീബിനെ പറ്റി പാട്ട് പാടുക, ആവേശപ്പെടുക, അതിന് അതൊക്കെ മുസ്തഫ നബിയുടെ മഹബത്തിൽപ്പെട്ടതല്ലേ. ഹബീബിനോടുള്ള ശുക്റല്ലേ. ഹബീബിനെ പറ്റി ഹബീബ് കയറി വരുമ്പോൾ ഹബീബിന് അല്ലാഹു തന്നതിൽ ഹബീബിനെ മദഹ് ചെയ്ത് എതിരേക്കൽ ശുക്റാണ്. ശുക്ർ വാജിബാണ്. അതാണ് വജബ ശുക്റു അലൈന വജബ ശുക്റു അലൈന മദഅ ലില്ലാഹി ദാഇ. യാത്രയിൽ പുണ്യനബിയോടുകൂടെ പോകുമ്പോൾ യാത്ര പോകുമ്പോഴും ആ യാത്രയിലും അവർ വളരെ കുഴങ്ങിയിട്ടുണ്ടാവും. പിന്നെ ആവേശം എന്താ പാട്ടുപാടും.
ഒട്ടകപ്പുറത്തേറി യാത്ര ചെയ്യും. ചിലർക്ക് ഒട്ടകവും ഉണ്ടാവില്ല, നടക്കുകയായിരിക്കും. വളരെ വേദനിക്കുന്ന യാത്രകളിൽ കൂർത്ത മൂർത്ത കല്ലുകളിലൂടെ മലൽ താഴ്വരകളും മലമ്പുറങ്ങളും വെളിമ്പുറങ്ങളും മരുഭൂമിയും ഇങ്ങനെ കണ്ണെത്താത്ത ദൂരത്ത് നീണ്ടു നീണ്ടു കിടക്കുന്ന മരുഭൂമികളിലൂടെ യാത്ര പോകുന്ന പുണ്യനബിയോട് കൂടെയുള്ള സംഘങ്ങൾ ഭക്ഷണം പോലും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ലോക സമാധാനത്തിന് വേണ്ടിയും ഇസ്ലാമിക പ്രജവാഹക സംഘമായി യാത്ര ചെയ്യുന്ന പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾ ചെയ്തിരുന്നത് ഹബീബിനെ കുറിച്ചുള്ള മനോഹരമായ ഉന്നതമായ മദായിഹിന്റെ പാട്ടുകളാണ്. പലപ്പോഴും ഒരാൾ എണീറ്റ് പാട്ടം കൊടുത്തോ അതിന്റെ താളം നിബദ്ധതയിൽ യാത്ര ചെയ്യും. പലപ്പോഴും പാടിയുന്നത് ഹസ്സാന റളിയല്ലാഹു അൻഹു. وأجمل منك لم ترى عيني وأحسن منك لم تلد النساء إن أبي ووالدتي وعرضي بعرض محمد منكم وقاء. ഹബീബിനെ പറ്റിയുള്ള പാട്ടാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കുട്ടി, ഈ കഴിഞ്ഞ തലമുറയിൽ മുസ്ലിം ലോകം എണീറ്റ് നിന്നത് മുസ്തഫ നബിയെ കുറിച്ചുള്ള മദ്ഹബാണ്. ഇത് പാടില്ല, തെറ്റാണ്. ഇത് റബീഉൽ അവ്വലിൽ പാടില്ല എന്നാണ് ഞങ്ങൾ അഭിപ്രായം. ആയിക്കോട്ടെ, എന്നാ റബീഉൽ അവ്വലിൽ വേണ്ട. എന്നാ റബീഉൽ ആഖിറിൽ നിങ്ങൾ നടത്താറുണ്ടോ? വേണ്ട. ജമാഅത്തുൽ അവ്വലിൽ നടത്താറുണ്ടോ? അല്ല. മുസ്തഫ നബിയെ കുറിച്ചുള്ള മദ്ഹ് ഗീതങ്ങൾ ഏതെങ്കിലും നിങ്ങളൊരു സംഘടന അംഗീകരിച്ച് മദ്ഹ് പാട്ടുണ്ടോ? അല്ല. നിങ്ങൾ എന്തിനാണ് ഈ നാട്ടിനെ പട്ടിയാക്കുന്നത്? ലോക ചരിത്രത്തിൽ സ്വഹാബികൾ മുതൽ ഇന്ന് വരെ എല്ലാവരുടെയും ആവേശം ഹബീബിനെ കുറിച്ചുള്ള മദ്ഹിനാണ്. എന്നും ഹബീബിനെ കുറിച്ച്, പിന്നെ അഹ്ലുൽ ബൈത്തിനെ കുറിച്ച് നമ്മുടെയൊക്കെ മനസ്സിൽ അഹ്ലുൽ ബൈത്ത് ജീവിച്ചാലും പാട്ടുപാടും, മരിച്ചാലും മഹാശയാ പൊന്നിലാവു സയ്യിദ് പിഎംഎസ് മൃതിയായി മഹാമനസ്കരെ വിരഹം മാറ്റും അനന്ത ദുഃഖം പാവനമായി. മനോഹരമായ പാട്ടാണ്. ആ പാട്ടിന്റെ ചതുരമായ ഓർമ്മയിൽ എത്ര പതിറ്റാണ്ടുകൾ മുസ്ലിം മലബാറിൽ പോയിട്ട് അല്ല. എന്റെ കുട്ടിക്കാലത്തൊക്കെയുള്ള ആത്മസമൃദ്ധി തൃപ്തിയുള്ള ഗാനങ്ങളിലൊന്നാണ്. ഞങ്ങളുടെ തലമുറ ആ പാട്ട് കേട്ട് ആവേശം കൊണ്ടാണ് ഈ സത്യപ്രസ്ഥാനത്തിന് വേണ്ടി എടുത്തു ചാടിയത്. ഇനി ഞാൻ തിരിച്ചു പറയട്ടെ, മറുസംഘടനകൾക്ക് എന്താ ചെയ്തത്? നിങ്ങൾ പറയും ഹബീബിനെ പറ്റും, ഹബീബിന്റെ പിന്താൻ പറ്റും, ആരെ പറ്റും? അന്ന് മുതൽ തുടങ്ങിയ പാട്ടല്ലേ. കേരളത്തിൽ സമസ്ത സുന്നത്യമായിട്ട് അങ്ങോട്ട് മാറ്റി വെച്ചാൽ ആൾക്കങ്ങനെ ചെയ്യാം. ഇറങ്ങുന്ന പാട്ട് എന്തൊരു ബഹുമാനപ്പെട്ട മൗലദ് നബിയില, ബഹുമാനപ്പെട്ട ഖുത്ബുസ്സമാൻ അസ്സയ്യിദ് അലവിയിൽ മംറമി സയ്യിദ് റഹ്മാൻ മഹാന്മാരെ പറ്റിയുള്ള പാട്ടുകൾ. ആ പാട്ടുകൾ കഴിഞ്ഞ ചരിത്രത്തിൽ വളരെ മനോഹരമായിരുന്നില്ല. ആ പാട്ടുകൾ, ആ പാട്ടിന്റെ എന്റെ കുട്ടിക്കാലത്തൊക്കെയുള്ള ഞങ്ങളെപ്പോഴത്തെ തലമുറക്ക് ഈ ഇസ്ലാമിക ആവേശത്തിലേക്ക് ചാടാനുള്ള അടിസ്ഥാനക്കാരാണ് ഈ ഗാനങ്ങൾ. അവരെ പറ്റി മദ്ഹ് പറയും. ഏതൊരു വിഷയമുണ്ടായാലും അവരോട് ധരിപ്പിക്കും. എന്തുണ്ടായാലും അവരോട് പോയി പറയും. അന്നും അങ്ങനെ, ഇന്നും അങ്ങനെ. വെള്ളം കുറഞ്ഞാൽ അവരോട് പോയി പറയും, മഴ കുറഞ്ഞാൽ അവരോട് പോയി എന്തു ഉത്തുമ ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഹബീബിനോട് പോയി പറഞ്ഞത്, എല്ലാം തകർന്നു പോയി. ഒട്ടകങ്ങൾ വീണു, കുട്ടികൾ വീണു, ഭക്ഷണമില്ല, വെള്ളമില്ല, മഴ പെയ്യും. മിമ്പറിൽ നിന്നുകൊണ്ട് പുണ്യനബി വിരൽ ചൂണ്ടിയ ആകാശത്തേക്ക് നാല് ഭാഗത്തു നിന്നും ഇങ്ങനെ ഒന്നായിട്ട് വന്നു. അവിടെ മഴ പെയ്യുകയും ചെയ്തു. ഒരാഴ്ച മദീനയിൽ നിൽക്കാതെ മഴ പെയ്യും, നിലക്കാത്ത മഴ. വെയിലും കൊണ്ട് ചുമാക്ക് വന്നിരുന്നവർ മഴ കൊണ്ടുപോയി. പിന്നെ മഴ തീർന്നതല്ല, തുള്ളി മുറിയാത്ത മഴ. മഴ കൊണ്ട് ആളുകൾ കുറയും. പിറ്റേത്തെ ആഴ്ച റസൂലുള്ളാഹി സുത്തമോദിക്കൊണ്ടിരിക്കുമ്പോൾ അതേ ആളോ വേറൊരാളോ എന്ന് സെക്രട്ടറിയുണ്ട്. ഒന്ന് നബിയോട് പറഞ്ഞു, നബിയേ ഇങ്ങനെ പോയാല് ആ ഒട്ടകയും വീടുകളൊക്കെ ഒന്നായിട്ട് പൊളിഞ്ഞു ചാടും നബിയെ, എല്ലാം പൊളിഞ്ഞു വീഴാനായിട്ടുണ്ട് നബിയെ, എങ്ങനെയെങ്കിലും മഴ ഒന്ന് നിന്ന് കിട്ടണം, ഇനി മഴ വേണ്ട. അപ്പോൾ റസൂലുള്ളാഹി ചിരിച്ചു, അല്ലാഹുമ്മ ലാ അലൈന ബൽ ഹവാലൈന, നീ ഇങ്ങോട്ട് വേണ്ട, കുറച്ച് അപ്പുറത്തും പുറത്തൊക്കെ പെയ്തോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ മഴ നിൽക്കുകയും ചെയ്യും. നിങ്ങൾ ചിന്തിക്കും,
ഈ ഹദീസ് ഇമാം ബുഖാരി രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ എന്ത് പ്രശ്നം ഉണ്ടായാലും അവരുടെ പറയും. അത് പിന്നീട് അങ്ങനെയാണ്. പാപ്പക്ക് തങ്ങളോട് പറഞ്ഞിരുന്നു, പൂക്കാറ്റങ്ങളോട് പറഞ്ഞിരുന്നു, മഴ ഇല്ല, എന്താ ചെയ്യാ? അപ്പൊ അവര് കൂട്ടിയിട്ട് ദ്വാ ചെയ്യും, പരിഹാരം ഉണ്ടാവും. എത്ര ഉണ്ടായിരുന്നു? ഉടനെ നമ്മൾ ചിന്തിക്കണം. ബഹുമാനപ്പെട്ട ജാബിർ പറയുന്നു, എന്റെ പാപ്പ അബ്ദുള്ള എന്നവർ മരിച്ചുപോയി. മരിച്ചപ്പോൾ നാടാകെ കടമുണ്ട്. 2 പെൺമക്കളുണ്ട് പാപ്പാക്ക്, എന്റെ സഹോദരിമാർ. അവരെ നോക്കണമെന്ന് പറഞ്ഞു കടം വീട്ടണമെന്ന് പറഞ്ഞ പാപ്പ മരിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തിന് ഈത്തപ്പഴം അറുത്തെടുക്കാനുള്ള സമയമായി. ഈത്തപ്പഴം അറുത്തെടുക്കാനുള്ള സമയമായ പിന്നെ കടക്കാർക്ക് കൊടുത്തു വീട്ടണം. കാരണം ആകെ കടക്കാർക്ക് കടം വീട്ടാനുള്ളൊരു സമയമാണത്. എനിക്ക് ഞങ്ങളെ വീട്ടുപറമ്പിൽ കുറഞ്ഞ ഈത്തപ്പനകൾ ഉണ്ടായിരുന്നു. അത് അറുത്തെടുക്കാൻ പോലും എനിക്ക് തോന്നിയില്ല. കാരണം അറുത്തെടുത്താൽ കുഴങ്ങും. എന്തുകൊണ്ട്? ഇത് അനവധി തവണ ഇങ്ങനെ ഈത്തപ്പഴം കായ്ച്ചു കൊടുത്തു. അതിലെ പണം മുഴുവനും കൊടുത്തു തീർത്താലും തീരാത്ത കടം ബാപ്പ കൊടുക്കാനുണ്ട്. വിലയില് തൽക്കാലം കടക്കാരോട് ബാപ്പ മരിച്ചത് കൊണ്ട് കടക്കാരെ ആ കൊല്ലം പ്രത്യേകിച്ച് വരികയും ചെയ്യും. ജാബിറെ ബാപ്പ പൈസ തരാനുണ്ട്, ബാപ്പ ഇത്ര ദൃഹം തരാനുണ്ട് എന്ന് പറയും. അപ്പൊ അവരോടൊക്കെ ജാബിർ പറയും, ഈത്തപ്പഴം മറക്കട്ടെ, ഈത്തപ്പഴം മറക്കട്ടെ. ഇത് പറഞ്ഞ ജാബിറിനെ തോന്നുകയും ചെയ്തു, പഠിച്ചോനെ അടുത്തൊന്നും ഈത്തപ്പഴം അറുക്കാൻ ആവാതിരിക്കട്ടെ. കാരണം ഇതങ്ങനെ പറഞ്ഞു പിടിച്ചു നിൽക്കുക. ഈത്തപ്പഴം അറുക്കുന്നവരെ ആൾക്കാർ എന്താ പറയാ? കാരണം 2 കൊടുക്കാൻ പോലും ഉള്ളൂ. ആകെ 6 ഈത്തപ്പഴം മരമുണ്ട്. അതുകൊണ്ട് ഒന്നും ആവില്ല. നാടാകെ വാപ്പ കൊടുക്കാറുണ്ട്. ഞാൻ എല്ലാവരും ഈത്തപ്പഴം അറുത്തെടുക്കുന്നത് വരെ ഞാൻ കാത്തിരുന്നു. എല്ലാവരും പണി കഴിഞ്ഞിട്ടും എന്റെ ആളുകൾ എന്നെ ബുദ്ധിമുട്ടിക്കുന്നു. ഞാൻ രാത്രി റസൂലുള്ളാഹിന്റെ വാതിൽ മുട്ടി. ഞാൻ പോയി രാത്രി റസൂലുള്ളാഹിന്റെ വാതിൽ മുട്ടി. അനാന്ന് പറഞ്ഞു. അവിടെയാണ് അങ്ങനത്തെ ഒരു ശവാഹ. അനാന്ന് വെച്ചു. പറഞ്ഞു, വീട്ടിന്റെ ഉള്ളിൽ നിന്ന് മണ്ണ് ചോദിച്ചാൽ അനാന്ന് പറയാൻ പാടില്ല, പേര് പറയാൻ. ഒരാൾ വീട്ടിന്റെ അവിടെ ആ ശവാഹ തീരുമാനം ഉണ്ടാവും. ഒരാൾ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് ആരെന്ന് ചോദിച്ചാൽ അറിവില്ലാത്ത ഒരാളെ അറിയാൻ വേണ്ടി ആരാണെന്ന് ചോദിച്ചാൽ പിന്നെ ഞാനാണെന്ന് പറയാൻ പാടില്ല. എന്തുകൊണ്ട്? ഞാൻ എന്ന വാക്കിനോട് അർത്ഥമല്ല. എല്ലാവർക്കും പറയാം ഞാൻ. മണ്ണ് അനാന്ന് എന്താണ് ഇംഗ്ലീഷ്. പിന്നെ വാതിൽ പറഞ്ഞു, ജാബിറിന് ആക്കില്ല. ജാബിർ എന്ന് പറയാം. എന്തേ വന്നു ചോദിച്ചു. തുറക്കാന്ന് പറഞ്ഞാൽ തന്നെ രാത്രി വാതിലിൽ മുട്ടി വിളിച്ചാലേ തുറക്കാന്ന് പറഞ്ഞു. ആരും കാണാതെ രാത്രി റസൂലുള്ളാഹിന്റെ വാതിൽ മുട്ടി വിളിച്ചു. റസൂലുള്ളാഹി എന്തേ പോണെന്ന് ചോദിച്ചു. പുണ്യ നബിയെ കാര്യം പറഞ്ഞ അവതാരത്തില ബാപ്പ നാട്ടിലകത്ത് കൊടുക്കാനില്ല. കുറച്ച് ഈത്തപ്പനയുണ്ട്, അത് അർത്ഥത്തെ കഴിയൂല, ഞാൻ ആകെ കുഴങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഹബീബ് പറഞ്ഞു, അതിന്റെ നീ കുഴങ്ങുന്നത് നാളെ നീയെ ഈത്തപ്പഴം മുഴുവൻ അറുത്തെടുത്തിട്ട് മെതിച്ചിട്ട് തോട്ടത്തിന് പുറത്ത് കൊണ്ടുപോകരുത്, എന്നിട്ട് എന്നെ വന്ന് വിളിക്കുക. ഈ ഹദീസ് സിഫത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹദീസ് സ്വഹീഹ് മുസ്ലിം രേഖപ്പെടുത്തിയിരിക്കുന്നു. ജാബിർ പറയുന്നു, ഞാൻ ഈത്തപ്പഴം അറുത്തെടുത്തു എന്നിട്ട് നേരെ മുസ്തഫ നബിയുടെ അരികിൽ ചെന്നു. ഹബീബിന്റെ അരികിൽ ഹബീബ നബിയോട് പോയി പറഞ്ഞു, നബി ഈത്തപ്പഴം. ഹബീബ നബി എന്റെ കൂടെ വന്നു. ഈത്തപ്പഴം അറുത്തെടുത്ത് മെതിച്ചെടുത്ത ഈത്തപ്പഴത്തിന്റെ അരികിൽ റസൂൽ വന്നിരുന്നു, തോട്ടത്തിലിരുന്നു. എന്നിട്ട് പറഞ്ഞു, റസൂൽ പറഞ്ഞു, എന്റെ പാപ്പ ആർക്കൊക്കെയാണോ കൊടുക്കാനുള്ളത് അവരോടൊക്കെ പാത്രം കൊണ്ടുവരാൻ പറയുന്നു. എല്ലാരോടും പാത്രം കൊണ്ടുവരാൻ പറഞ്ഞു. എല്ലാരും കൊണ്ടുപോകും. ഓരോരുത്തർക്ക് വന്നവരോടൊക്കെ റസൂൽ എത്ര നിനക്ക് അബ്ദുള്ള തരാനുള്ളത്? അത്രയാണ്. അളന്നോട് ഒരാൾ 1 ചാക്ക് കൊണ്ടുപോയി, ചില 2 ചാക്ക് കൊണ്ടുപോയി. ഇങ്ങനെ ഓരോരുത്തർക്കും അങ്ങനെ അളന്നു കൊടുത്തു. എല്ലാവർക്കും അളന്നു കൊടുത്തു. എല്ലാവർക്കും നാട്ടിലുള്ളവരുടെ കടം മുഴുവനും ഈത്തപ്പഴം കൊണ്ട് എല്ലാരെയും കടം വീട്ടി ഹബീബ കുമാരത്തിന്റെ അരികിലിരുന്നു. مقام محمود الذي وعدته برزقنا شفاعته. بسم الله الرحمن الرحيم. الله لا اله الا هو من الذي يشفع عنده الا باذنه عالم الغيب. മുഖറബീങ്ങളും മുത്തഖീങ്ങളുമായ അല്ലാഹുവിന്റെ ദാസന്മാരിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. ഞങ്ങൾ പറയുന്നതിൽ ധാരാളം ആലിമീങ്ങൾ ഇവിടെ പ്രസംഗിക്കാനുണ്ട്.
അപ്പൊ ഇതൊക്കെ നമ്മൾ ഗൗരവമായി ചിന്തിക്കണം. അവിടെ ഇരുന്നു, എല്ലാരും കൊണ്ടുപോകാൻ പറഞ്ഞു. എല്ലാരും കൊണ്ടുപോയി, എല്ലാവരും കൊണ്ടുപോയി. ഓരോരുത്തർക്ക് എത്രയാണുള്ളത് എല്ലാം അവർക്ക് കടം വീട്ടി. അവസാനം എന്തുണ്ടായി? ഞാനും ആ ഈത്തപ്പഴവും പുണ്യനബിയും ബാക്കിയായി. ഞങ്ങൾ മൂന്നാൾ ബാക്കി, മുസ്തഫ നബി ബാക്കി. അല്ല, മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്ന ഹദീസ് ഇമാം മുസ്ലിം തന്റെ സ്വഹീഹിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കേവലം ശരീഅത്ത് പറയാൻ വേണ്ടി മാത്രമാണോ മുഹമ്മദ് നബി വന്നത്? അതിനുവേണ്ടി മാത്രമാണോ ഈ അഹ്ലുൽ ബൈത്ത് ഇവിടെ നിലനിൽക്കുന്നത്? ഇതൊക്കെ നിങ്ങൾ ചിന്തിക്കും. ഇതൊക്കെ നമ്മൾ തള്ളിയിട്ട് എന്താണ് നമ്മൾ സ്വീകരിക്കുക? വാനും തലയും മുറിച്ച ഇസ്ലാമിന് എന്ത് ജീവനുണ്ടാവുക? ഇതെന്താ ചിന്തിക്കാത്തത്? മുസ്ലിമീങ്ങൾ ചിന്തിക്കണം. ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രശംസം മുസ്തഫ നബി തീർത്തു. ജാബിർ തങ്ങൾ പറയുന്നു, ഞാൻ ബാക്കിയായി, എന്റെ തോട്ടത്തിലെ അറുത്തെടുത്ത ഈത്തപ്പഴം ബാക്കിയായി, പുണ്യനബിയും ബാക്കിയായി. ഈത്തപ്പഴം കൂടിയതുപോലെ ഒരൽപ്പം പോലും കുറഞ്ഞിട്ടില്ല. അപ്പോൾ സകല കാര്യങ്ങൾക്കും പരിഹാരം മുഹമ്മദ് നബിയാ. മുഹമ്മദ് നബി അല്ലാത്ത ഒരു പരിഹാരം ഉമ്മത്തിനില്ല. ഏത് പ്രയാസങ്ങളുടെയും പരിഹാരം മുഹമ്മദ് നബിയാകുന്നു. ഇസ്ലാമിക ലോകം കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട യോദ്ധാവ് ഖാലിദ് ഇബ്നുൽ വലീദ്. പ്രദേശത്ത് അദ്ദേഹം പ്രവേശിച്ചിട്ട് അവിടെ അദ്ദേഹം വിജയം കൊണ്ടല്ലാതെ മടങ്ങി വന്നിട്ടില്ല. ഖാലിദ് ഇബ്നുൽ വലീദ് ഏത് അധികാരികളെയും അമർച്ച ചെയ്യാൻ ഏറ്റവും നിപുണൻ ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവരുടെ പേര് തന്നെ സൈഫുൽ ഇലാഹ് എന്നാണെന്ന് സ്വഹീഹുൽ ബുഖാരി രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്വഹീഹുൽ ബുഖാരി രേഖപ്പെടുത്തിയിട്ടുണ്ട് സൈഫുൽ ഇലാഹ്, അല്ലാഹുവിന്റെ വാൾ എന്ന പേരുള്ള ആളാണ് സയ്യിദുനാ ഖാലിദ് ഇബ്നുൽ വലീദ്. അദ്ദേഹത്തിന്റെ പ്രാധാന്യം എന്താ? എന്റെ യുദ്ധത്തിൽ ഈ മനുഷ്യന്റെ പ്രാധാന്യം. അദ്ദേഹം എപ്പോഴും യുദ്ധത്തിന് പോകുമ്പോൾ ഒരു തൊപ്പി ധരിക്കുമായിരുന്നു. തൊപ്പി എടുത്തു തരും. തൊപ്പി വെച്ച യുദ്ധകളത്തിലേക്ക് പോയി. എപ്പോഴും തൊപ്പിയുണ്ട്. ഒരിക്കൽ യർമൂക്കിൽ യുദ്ധത്തിനിടയിൽ തൊപ്പി വീണുപോയി. തൊപ്പി അന്വേഷിച്ചു, കിട്ടിയില്ല. യുദ്ധമൊക്കെ കഴിഞ്ഞു. പിന്നെ വല്ലാത്ത ബേജാറായി തൊപ്പി കിട്ടുന്ന കാര്യം. അന്വേഷിച്ചു, കിട്ടിയില്ല. അവസാനം സൈന്യം മടങ്ങിപ്പോകേണ്ട നേരമായി. ബഹുമാനപ്പെട്ടവർക്ക് വലിയ വേവലാതിയായി. എല്ലാവരോടും പറഞ്ഞു, തൊപ്പി അന്വേഷിച്ചു കൊണ്ടുവരൂ. പലരും അവിടുത്തെ അരികിൽ വന്നു പറഞ്ഞു, ആ തൊപ്പി ഇനി കിട്ടിയിട്ടും കാര്യമില്ല. കുതിരക്കുളമ്പടിയും ഒട്ടകക്കുളമ്പടിയും ചവിട്ടേറ്റ് മണ്ണിൽ കൊണ്ടുപോയ പിന്നിപ്പോയ ഒരു തൊപ്പി പഴകിയത് കിട്ടിയിട്ട് ഇനി എന്തു കാര്യം? ഞങ്ങളിൽ പലരും അങ്ങേക്ക് തൊപ്പി തരാം, അത് വേണ്ട. അപ്പോൾ പറഞ്ഞു, ഇല്ല, എന്റെ തൊപ്പി കിട്ടിയില്ലെങ്കിൽ യർമൂക്കിൽ നിന്ന് തിരിച്ചു പോവുകയില്ല എന്ന് പറഞ്ഞു ഖാലിദ് ഇബ്നുൽ വലീദ്. ആളുകൾ ബുദ്ധിമുട്ടി അന്വേഷിച്ചു. അവസാനം അവരൊരു മണ്ണിൽ പൂണ്ട് കിടക്കുന്ന ഒരു തൊപ്പി, ഒരു പിന്നിപ്പോയ പഴകിയ വൃത്തികെട്ട ഒരു തൊപ്പി ലഭിച്ചു. ആ തൊപ്പിയും കൊണ്ട് സൈന്യാധിപനായ ഖാലിദിന്റെ അരികിലേക്ക് ഓടി ചെന്നപ്പോൾ തൊപ്പി വാങ്ങി മാറോട് ചേർത്ത് പിടിച്ച് ചുംബിച്ചു ഖാലിദ് ഇബ്നുൽ വലീദ്. ജനങ്ങൾ അത്ഭുതസ്തബ്ധരായി പോയി. എന്താ ഈ കാണുന്നത്? അവസാനം എന്റെ ജനങ്ങളെ അത്ഭുതം തീർക്കാൻ വേണ്ടി എന്റെ ഖാലിദിന് തൊപ്പിയോടിത്ത വലിയ ബഹുമാനം എന്ന് മനസ്സിലാക്കാതെ ആളുകൾ ഇങ്ങനെ സ്തബ്ധരായി നിൽക്കവേ ബഹുമാനപ്പെട്ടവർ തൊപ്പിയുടെ ഉൾഭാഗം അങ്ങോട്ട് വലിച്ചു കീറി. ഖാലിദിന്റെ തൊപ്പിയുടെ ഉള്ളിൽ മുസ്തഫ നബിയുടെ മുടിയുണ്ടായിരുന്നു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി, ഖാലിദിന് കിട്ടിയ മുടി തൊപ്പിയുടെ ഉള്ളിൽ തുന്നിപ്പിടിപ്പിച്ചിരുന്നു. ഈ തൊപ്പിയെ കുറിച്ച് ഇമാം നവവി എന്ന രണ്ടാം ശാഫിഈയായ ഇമാം നവവി തങ്ങളുടെ ഉസ്താദ് മശായിഖന്മാരിൽ ഒരാളായ ഇമാം ഖാലി ഇയാദ് റളിയല്ലാഹു അൻഹു ശിഫായിൽ ഈ തൊപ്പിയെ കുറിച്ച് പറയുന്നത്, ഫലം യശ്ഹദ് ബിഹാ ഖിതാലൻ ഇല്ലാ ഉസിഖൻ നസ്റാ. ആ തൊപ്പി വെച്ച് ഒരു യുദ്ധക്കളത്തിൽ പോയിട്ട് അദ്ദേഹത്തിന് അള്ളാന്റെ സഹായം ലഭിക്കാതിരുന്നിട്ടില്ല. ബിബറകാതി ശഅറാത്തിൻ നബി സ്വല്ലല്ലാഹു
സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. ഇവരൊക്കെ പഠിച്ചവരാണെന്നാണോ വാദം? ഇവരൊക്കെ പഠിച്ചവരെന്നാണോ പറയേണ്ടത്? كانوا على الهدى المستقيم والله رب الكعبة പടച്ച റബ്ബാണ് സത്യം. അവർ സിറാത്തുൽ മുസ്തഖീമിന്റെ ആളുകളാണ്. ലോകത്തെ ഇമാമികൾക്ക് തർക്കമില്ല, അവർ സിറാത്തുൽ മുസ്തഖീമിന്റെ ആളുകളാണ്. അവരാണ് ഇത് ചെയ്തത്. നിങ്ങൾ ചിന്തിക്കും, നിഷ്പക്ഷമായി ആലോചിക്കും. ഏതെങ്കിലും ഓഫീസിൽ ബുദ്ധി പണയം വെച്ച മുസ്ലിമീങ്ങൾ തർക്കിക്കരുത്. ചെറുപ്പക്കാർ കുറച്ച് പൈസ ഉണ്ടാകുമ്പോഴത്തിന് തോന്നിയതിന്റെ പിന്നാലെ പോകരുത്. നിങ്ങളോടൊക്കെ ഇത് പറയുന്നത് കൊണ്ട് ഒരു പ്രത്യേക ലാഭം റഹ്മത്തുള്ളാഹിക്കില്ല. ഒരു ലാഭത്തിന് വേണ്ടി പറയുന്ന രീതിയും എനിക്കില്ല. അല്ലാഹുവിന്റെ ലാഭമാണ് ലാഭം. അത് അല്ലാഹു നമുക്ക് തരട്ടെ, അല്ലാഹു നമുക്ക് തരട്ടെ. ഇത് സത്യമല്ലേ? ഇത് സത്യമല്ലേ? ഞാൻ കിതാബടക്കം എന്നോട് പറഞ്ഞില്ല. ഇനിയും സംശയമുള്ളവർ ചോദ്യം, ഞാൻ പറഞ്ഞതിന് സംശയം തീർത്തിട്ട് ഞാൻ പോകും. അതിന് നേരെ വിചാരിക്കുന്ന ഒരു വിഷയമല്ല. ഒന്നും പ്രശ്നമില്ല. ഇതൊക്കെ നമ്മൾ ചിന്തിക്കണം. ഇതൊക്കെ നമ്മൾ തള്ളിക്കളയണമോ? ഇതൊക്കെ നിസ്സാരമായി നമ്മൾ തള്ളണമോ? നിങ്ങൾ ചിന്തിച്ചു. അസ്മാ ബീവിയുടെ വീട്ടിൽ ഒരു കുപ്പായമുണ്ടായിരുന്നു. ഏതാണ് കുപ്പായം? കുപ്പായം ഉണ്ടായിരുന്നു മുസ്തഫ നബി. അസ്മാ ബീവിയുടെ വീട്ടിൽ. സുദ്ദീഖിന്റെ മൂത്തമകൾ. മുഹാജിറാത്തിൽ ആദ്യം ഹിജ്റ വന്ന പെണ്ണുങ്ങളിൽ ഒരാളാണ് അസ്മാ ബിന്തു അബീ ബക്കർ. ആദ്യം ഹിജ്റ വന്ന പെണ്ണുങ്ങളിൽ ഒരാളാണ് ബഹുമാനപ്പെട്ട അസ്മാ ബീവി. ആയിഷ ബീവിയുടെ ജ്യേഷ്ഠത്തി. റസൂലുള്ളാഹിക്ക് ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്ന പെണ്ണാണ് അസ്മാ ബീവി റളിയല്ലാഹു അൻഹ. ഭയങ്കര ഇഷ്ടമായിരുന്നു. രണ്ട് അരപ്പട്ടയുള്ളവൾ എന്ന് റസൂലുള്ളാഹി പറഞ്ഞിരുന്നു. ഹിജ്റക്ക് പോയപ്പോൾ മുസ്തഫ നബിക്ക് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനും മരുഭൂമിയിലേക്ക് റൊട്ടി കൊണ്ടുപോയി കൊടുത്തു, യാത്രക്കിടയിൽ ഭക്ഷണമാക്കി കഴിക്കാൻ വേണ്ടി. അപ്പൊ കൊണ്ടുവന്നപ്പോൾ സിദ്ദീഖ് പറഞ്ഞു, അസ്മാ ഇത് കെട്ടിയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. കെട്ടാൻ അസ്മാ ബീവി പറഞ്ഞു. കിടക്കിനിടയിൽ ഓടി വന്നതാണ്. അപ്പോൾ പിന്നെ അത് കെട്ടണമെന്നായി. ആരാകെ പരിശോധിച്ചു, ഒരു വള്ളിയോ ഒന്നും ഇത് കെട്ടാൻ പറ്റിയെന്ന് കിട്ടിയില്ല. അപ്പോൾ ബാപ്പയുടെ കയ്യിൽ ഇതങ്ങോട്ട് കൊടുത്തിട്ട് ബാപ്പ പറഞ്ഞു, ബാപ്പ അതിന് പരിഹാരം ഉണ്ട് എന്ന് പറഞ്ഞു. അരപ്പട്ട കെട്ടിയിരുന്നു. അറബി പെണ്ണുങ്ങൾ അരപ്പട്ട കെട്ടി. അപ്പോൾ അസ്മാ എന്ത് ചെയ്തു? തന്റെ അരപ്പട്ട അഴിച്ചു. എന്നിട്ട് ഉന്നനബിയും സിദ്ദീഖും നോക്കി നിൽക്കവേ, പെൺകുട്ടിയുടെ ഒരു കുസൃതി. ഉന്നനബിയും സിദ്ദീഖും നോക്കി നിൽക്കവേ അരപ്പട്ട അഴിച്ചിട്ട് ഇങ്ങോട്ട് പൊട്ടിച്ചു, ചീന്തി. രണ്ട് ചീന്താക്കി. ഒരു കഷ്ണം അരയെ കെട്ടി, രണ്ടാമത്തെ കഷ്ണം കൊണ്ട് റൊട്ടി കെട്ടിയപ്പോൾ റസൂലുള്ളാഹി അങ്ങോട്ട് ചിരിച്ചു. രണ്ട് അരപ്പട്ടയുള്ളവൾ എന്ന് പറഞ്ഞു. ഒന്ന് അവൾക്കും ഒന്ന് റൊട്ടിക്കും. രണ്ട് അരപ്പട്ടയുള്ളവളാണ് ഇവൾ. പിന്നെ മരണം വരെ രണ്ട് അരപ്പട്ടയുള്ളവൾ എന്ന് പുണ്യനബി തമാശയിൽ സന്തോഷത്തിൽ പറഞ്ഞിരുന്ന പെണ്ണാണ് അസ്മാ ബീവി റളിയല്ലാഹു അൻഹ. ഈ അസ്മാ ബീവിയുടെ വീട്ടിൽ പുണ്യനബിയുടെ കുപ്പായമുണ്ടായിരുന്നു. കാഴ്ച ബംഗ്ലാവിൽ കൊണ്ടുപോയി പൈസ ഉണ്ടാക്കാനാണ്. ഈ ജനത പഴച്ചവരാണോ? അവിടെ ആർക്കെങ്കിലും രോഗമായാൽ ആ കുപ്പായം വെള്ളത്തിലിട്ട് മുക്കും. ആ കുപ്പായം വെള്ളത്തിൽ ജുബ്ബത്ത് മുഹമ്മദി ആ വെള്ളം ആളുകൾക്ക് കുടിക്കാൻ നോക്കും. രോഗമാണ്. മുസ്ലിം തന്റെ സ്വഹീഹിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതാണ് തഖ്വയുടെ വഴി, ഇതാണ് സ്വാലിഹീങ്ങളുടെ വഴി, ഇതാണ് കഴിഞ്ഞ തലമുറയിലെ സ്വാലിഹീങ്ങളുടെ വഴി. ഹബീബായ റസൂലുള്ളാഹി വെള്ളം കുടിച്ചിരുന്ന ഒരു പാത്രം ബസ്രയിലുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ പഠിച്ചുകൊണ്ടിരുന്ന ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഓത്ത് നിർത്തിയിട്ട് ബസ്രയിലേക്ക് പോയി. യൂറോപ്പിന്റെ കവാടമാണ് ബുഖാറ. ആ ബുഖാറയിൽ നിന്ന് പോവുകയാണ് ഇറാഖിലെ ബസ്രയിലേക്ക്. ആര്? ഇമാം ബുഖാരി. ഇത് ഐനിയുടെ ആമുഖത്തിൽ ഫളായിലുൽ ബുഖാരി എന്ന ഭാഗത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം ബുഖാരി തങ്ങളുടെ പ്രത്യേകത റളിയല്ലാഹു അൻഹു. ഓത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് റസൂലുള്ളാഹിയുടെ ഒരു ചെറിയ പാത്രം ഉണ്ടായിരുന്നു. ആ പാത്രം ബസ്രക്കാര് വിലക്ക് വാങ്ങിയിട്ടുണ്ട് മദീനക്കാരെ കയ്യിൽ നിന്ന് എന്നറിഞ്ഞപ്പോൾ നൂറ്റാണ്ടുകൾ കഴിഞ്ഞു വന്ന ഇമാം ബുഖാരി എന്ത് ചെയ്തു? റളിയല്ലാഹു അൻഹു ഈ പാത്രം കാണാൻ വേണ്ടിയിട്ട് ബസ്രയിലേക്ക് യാത്ര ചെയ്തു.
എന്നിട്ട് അപ്പഴത്തിന് നൂറ്റാണ്ടുകൾ കഴിഞ്ഞിരുന്നു. അന്വേഷിച്ച് ആ പാത്രം കണ്ടുപിടിച്ചു. എന്നിട്ട് ഹബീബായ റസൂലുള്ളാഹിന്റെ ചുണ്ട് വെച്ചെടുത്ത് ചുട്ടു വെക്കാൻ വേണ്ടിയിട്ട് مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم. മുഅ്മിനീങ്ങൾ മനസ്സിലാക്കാൻ ഞാൻ നീട്ടുന്നില്ല, സമയം വളരെ ഞാൻ നീട്ടി പറയുന്നില്ല. ഇതിന് പറഞ്ഞാൽ തീരാത്ത വിഷയം. മുസ്തഫ നബിയെ മദഹിച്ചില്ല എല്ലാ കാലം എന്നാണെങ്കിലും ചിന്തിക്കണം. ഇതൊക്കെ നിരാകരിക്കരുത്. ഈ മദഹ് കൊണ്ട് ലോകം മാറിയിരുന്നു, കുപ്പായം കൊണ്ട് ലോകം മാറ്റിയപ്പോൾ പിന്നെ എങ്ങനെ മദഹ് കൊണ്ട് ലോകം മാറാതിരിക്കും? മദഹിന് കൽപ്പനയുണ്ടല്ലോ. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. ചിന്തിക്കണം. കോളറ പടർന്നു പിടിച്ചപ്പോൾ മലബാറിലെ ജനങ്ങൾ പൊന്നാനിയിൽ പോയി. വലിയ മഖ്ദൂമിനോട് പറഞ്ഞു, കോളറയാണ്, എന്താണ് പരിഹാരം? മഖ്ദൂം എന്ത് ചെയ്തു? ദിവസങ്ങൾ കൊണ്ട് വെയ്ത്തും നെളുവും നെസുറുമായി മദ്യഗദ്യ സമ്മിശ്രമായി ചെറിയ ഒരു ഖുറാഫ് എഴുതി ഉണ്ടാക്കി. അത് പൊന്നാനി വലിയ ജുമാഅത്ത് പള്ളിയിൽ വിതരണം ചെയ്തു. വീട് വീടാന്തരം കൊണ്ടുപോയി ഓതാൻ കൽപ്പിച്ചു. അതാണ് മങ്കൂസ് മൗലൂദ് എന്ന് പറയുന്നത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹുകളാണ്. ആ മദ്ഹുകൾ മഖ്ദൂം തങ്ങൾ ഉണ്ടാക്കിയത് കോളറ ഇല്ലാതാകാൻ വേണ്ടിയാണ്. മുസ്തഫ നബിയുടെ മദ്ഹ് പറഞ്ഞാൽ രോഗങ്ങളില്ലാതെ വെള്ളത്തിൽ കുപ്പായം വിട്ട് മുക്കി കുടിച്ചാൽ രോഗം പറ്റിയിരുന്നു. സ്വഹാബത്ത് റളിയല്ലാഹു അൻഹു. പിന്നെ ഇത് മൗറല്ലേ, അത് ചെയ്യണമെന്ന് കൽപ്പനയുണ്ട്. ഈ മദ്ഹ് കൽപ്പനയുള്ള കാര്യമാണ്. ചിന്തിക്കണം പ്രിയപ്പെട്ട മോമിനെ, ഇത് വളരെ ഗൗരവമായി മനസ്സിലാക്കണം. അത് പെട്ടെന്ന് മൗലിദ് ഉണ്ടാക്കിയതുകൊണ്ടാണ് അതിന് മങ്കൂസ് എന്ന് പേരിട്ടത്. മങ്കൂസ് ചുരുക്കി ഉണ്ടാക്കിയത്. ഉസ്താദുമാർ, പഴയ ഉസ്താദുമാരൊക്കെ പറയും മങ്കൂസ് ഓതിയാൽ പൂർത്തിയാക്കി ഓടണം. അത് എന്തുകൊണ്ട്? അത് ചുരുക്കി ഉണ്ടാക്കിയതാണ്. അതിനെന്നെ ചുരുക്കരുത്. മങ്കൂസിനെ മങ്കൂസാക്കരുത്. മങ്കൂസ് തന്നെ മങ്കൂസാണ്. ഇനി നിങ്ങളെ വക മങ്കൂസാക്കരുത്. മങ്കൂസ് ഓതിയാൽ പൂർത്തിയാക്കിയോണം. നിങ്ങളെ വകയൊന്നും ചുരുക്കരുത്. അത് ഓതിയാൽ പൂർത്തിയാക്കിയോണം. കാരണം ചുരുക്കി ഉണ്ടാക്കിയതാണ്. തോറ്റിയിട്ടാണ് ഹജ്ജിന് പോയത്. 20-ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർത്ഥം കണ്ട, മലബാർ കേരളം കണ്ട, ഇന്ത്യ കണ്ട, അല്ല ലോകം കണ്ട നായകന്മാരിൽ ഒരാള് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ. നിങ്ങൾ എന്റെ കൂടെ കൊയിലാണ്ടിയിൽ വരി, ഞാൻ നിങ്ങൾക്ക് ഇന്ന് കേൾപ്പിച്ചു തരാം. കൊയിലാണ്ടിയിലെത്തുമ്പോഴത്തെ നേരം കുറച്ച് വൈകാം, എന്നാലും സാരമില്ല. ഞാൻ പോയി വിളിച്ചാൽ വാതിൽ തുറക്കുന്ന ഒരുപാട് തങ്ങന്മാര് സാലിഹ്യങ്ങൾ ആ കൊയിലാണ്ടിയിൽ. എന്ന് 972 ബാപ്പക്ക് തങ്ങൾ ഹജ്ജ് യാത്ര അവസാനമായി പുറപ്പെട്ട ദിവസം തങ്ങളുടെ വീട്ടിൽ യാത്രയപ്പിൽ പങ്കെടുത്ത സ്വാലിഹീങ്ങളായ ആ തങ്ങന്മാർ ഇന്ന് അന്ന് ചെറുപ്പക്കാരായിരുന്നു, ഇന്ന് വൃദ്ധന്മാർ കൊയിലാണ്ടിയിൽ ജീവിച്ചിരിക്കുന്നു. ഒരു ഡസൻ ആളുകളെങ്കിലും എനിക്ക് പരിചയമുണ്ട്. അതിൽപ്പെട്ട ഒരാളെ ഈ ആഴ്ചയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. എന്തേ ചെയ്തത്? ഉത്തരാധുനികത കണ്ടതിൽ, ഉത്തരാർത്ഥം കണ്ടതിൽ, 20-ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർത്ഥം കണ്ടതിൽ, മലബാർ കണ്ടതിൽ ഏറ്റവും മഹാനായ ഒരാൾ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി. സംശയമില്ലല്ലോ. വ്യാഴാഴ്ച ആശുപത്രിയിൽ കിടക്കുമ്പോൾ പറഞ്ഞു, നാളെ നിങ്ങൾ എന്നെ ജുമാക്ക് കൊണ്ടുപോകേണ്ടി വരും എന്ന് പറഞ്ഞു. വെള്ളിയാഴ്ച പുലർച്ചെ മരിച്ചു. ജുമാക്ക് കൊണ്ടുപോയി ജനാസ നമസ്കരിച്ചു. എപ്പോൾ കൊണ്ടുപോയി? ആശുപത്രിയിൽ കൊണ്ടുപോയത് മത്താഫിൽ നിന്ന് ഇങ്ങനെ പൊക്കിക്കൊണ്ടുപോയി. ഇവിടെ നാദാപുരത്തുണ്ടായിരുന്ന ഒരു കുഞ്ഞാലി ഹാജി എന്നാണ്. അദ്ദേഹം എന്നോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട്, തങ്ങളെ ഹാദിമായി പോയ ഒരാളായിരുന്നു. മരിച്ചപ്പോഴും കയ്യിൽ തസ്ബീഹ്മാലയുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട സയ്യിദ് റഹ്മാൻ ബാഫഖി തങ്ങൾ പരലോകത്ത് അവരെ കൂടെ കൂടാൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അതിനേക്കാളെ വലിയ മഹാൻ പിന്നെ ഉണ്ടായിട്ടില്ലല്ലോ, നമ്മളെ കഴിച്ചില്ലല്ലോ. നമ്മൾ പല ഇൽമിൽ കിടക്കുന്നില്ല. നമ്മൾ അള്ളാഹു നമുക്ക് പ്രത്യക്ഷമാക്കി തന്നതിൽ അപ്പോൾ ഒരാൾ ഉണ്ടായിട്ടില്ല. 40 കൊല്ലം
40 കൊല്ലം സുബഹി നമസ്കാരത്തിൽ ഇമാമിന്റെ തക്ബീറത്തുൽ ഇഹ്റാം ഫൗത്താവാതെ സ്വപ്പിൽ നിന്ന ആൾ കൈപ്പൊക്കൂ എന്ന് ചോദിക്കപ്പെട്ടപ്പോൾ ആദ്യം എണീറ്റ് കൈപ്പൊക്കിയത് ബഹുമാനപ്പെട്ട വാക്കുകളാണ്. അങ്ങനെയുള്ളതാണ്. 3 സ്വത്ത് ആളുകൾ ഒരാളെ മേൽ മയ്യത്ത് നിസ്കരിച്ചാൽ കൊടുക്കുമെന്നോ. ഇത് 300, 300, 3000 സ്വപ്പല്ല നിസ്കരിച്ചത്. എല്ലാവരും നിസ്കരിച്ചു. 20-ാം നൂറ്റാണ്ടിൽ അറബ് ലോകം കണ്ട, മുസ്ലിം ലോകം കണ്ട ഏറ്റവും വലിയ മയ്യത്ത് നിസ്കാരം ബാപ്പയുടേതായിരുന്നു. ചെറിയ ആളെന്നല്ല, ഭയങ്കരമാണ്. കഴിഞ്ഞ ഈ സമയത്ത് ഞാൻ ബഹ്റൈനിൽ പ്രഭാഷണം നടത്തി. ഒരു അറബി എല്ലാം ഇരുന്ന് കേട്ടു. പ്രഭാഷണം കഴിഞ്ഞപ്പോൾ ആ അറബി പിറ്റേന്ന് രാവിലെ അയാളെ വീട്ടിലേക്ക് എന്റെ ഭക്ഷണത്തിന് ക്ഷണിച്ചു. ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി. അങ്ങനെ അദ്ദേഹം എന്നെ വീട്ടിൽ കൊണ്ടുപോയി എന്നോട് പറഞ്ഞു, പിന്നെ ഞാൻ നിങ്ങളെ ഭക്ഷണത്തിന് വേണ്ടി മാത്രം വിളിച്ചല്ല. അദ്ദേഹത്തിന്റെ വീട്ടിലെ ലൈബ്രറിയിൽ കൊണ്ടുപോയി ഒരു തടിച്ച പുസ്തകം, ഒരു കിതാബ് കൊണ്ടുവന്നു. അഷ്ശജറത്തു ത്വയ്യിബ അസ്സക്കിയ്യ എന്നാണ് ആ കിതാബിന്റെ പേര്. ആ കിതാബ് ഇങ്ങനെ തുറന്നിട്ട് അതിന്റെ മധ്യഭാഗത്തിൽ പേജെടുത്ത് കാണിച്ചു. 20-ാം നൂറ്റാണ്ടിൽ ലോകം കണ്ടിട്ടുള്ള പ്രധാനപ്പെട്ട അഹ്ലുൽ ബൈത്തിന്റെ സേവനങ്ങളെ അനുസ്മരിക്കുന്ന കിതാബാണ് അഷ്ശജറത്തു ത്വയ്യിബ അസ്സക്കിയ്യ. അതിന്റെ മധ്യഭാഗത്തിൽ പേജെടുത്ത് തുറന്ന് കാണിച്ചിട്ട് എന്നോട് ഇങ്ങനെ കൈവച്ച് ചോദിച്ചു, ഇന്നലെ രാത്രി നിങ്ങൾ പ്രസംഗിച്ച ആൾ ഈ ആളല്ലേ എന്ന് ചോദിച്ചു. അസ്സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി അൽ കലിക്കുട്ടി. ആ കിതാബ് പിന്നെ ഞാൻ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് ഞങ്ങളുടെ വീട്ടിൽ കണ്ടു കഴിഞ്ഞ വർഷം. അഷ്ശജറത്തു ത്വയ്യിബ അസ്സക്കിയ്യ എന്നൊരു കിതാബ്. അറബ് ശൈഖന്മാർ അവർ രാജാവിനെ പോലും നൽകാത്ത മഹബഹുമതിയാണ് ബാഫഖി തങ്ങൾക്ക് നൽകിയത്. അവരുടെ രാജാവ് 30 കൊല്ലം സൗദിയെ ഭരിച്ച രാജാവ് ദറയയിൽ കിടക്കുന്നു. നമ്മുടെ നേതാവ് ബാഫഖി തങ്ങൾ ഖദീജ ബീവിയുടെ കാലിന്റെ ചുവട്ടിൽ കിടക്കുന്നു. നിങ്ങൾ ചിന്തിക്കും, നമ്മൾക്ക് അവർ നൽകിയ പ്രാധാന്യം, ബാഫഖി തങ്ങൾക്ക് നൽകിയ പ്രാധാന്യം. റിയാദിനടുത്ത് ഒരു ശ്മശാനത്തിൽ, ദറയയിലെ ശ്മശാനത്തിൽ, സാധാരണക്കാരുടെ കൂട്ടത്തിൽ ഒരു സ്വഹാബിയും മരിച്ചു കിടക്കാത്ത ഒരു ശ്മശാനത്തിൽ, പിന്നീടുണ്ടായ പിൽക്കാലത്തെ സൗദി ഭരണാധിപന്മാർക്ക് വേണ്ടി ഉണ്ടാക്കിയ ശ്മശാനത്തിൽ 30 കൊല്ലത്തെ ആധുനിക സൗദിയുടെ ശില്പി ഫഹദ് ബിൻ അബ്ദുൽ അസീസ് ദറയയിൽ കിടക്കുന്നു. നമ്മുടെ നേതാവ് സയ്യിദ് റഹ്മാൻ ബാഫഖി തങ്ങൾ ഖദീജ ബീവിയുടെ കാലിന്റെ ചുവട്ടിൽ വെള്ളിയാഴ്ച പകൽ മറവ് ചെയ്തു. ആരാ ഖദീജ ബീവി? അർബഅത്തു സയ്യിദാത്തു നിസാഇ അഹ്ലിൽ ജന്ന എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. 4 പെണ്ണുങ്ങളാണ് സ്വർഗ്ഗീയ വനിതകളിൽ ഏറ്റവും മേൽ സ്ഥാനത്തുള്ളതെന്ന് മുഹമ്മദ് നബി. ഇതൊക്കെ നിഷ്പക്ഷമായി ചിന്തിക്കുകയും ആരാണ് നേതാവ്, ആരാണ് സ്വർഗീയ വനിതകളിൽ നേതൃസ്ഥാനത്തുള്ളത്? ഒന്ന് ഖദീജ ബിൻത് ഖുവൈലിദ്, ഒന്ന് ഫാത്തിമ ബിൻത് മുഹമ്മദ്, ഒന്ന് ആസിയ ബിൻത് മുസാഹിം, ഒന്ന് മറിയം ബിൻത് ഇമ്രാൻ. ഇതിലെ ഖദീജ ബീവിയാണ് പ്രഥമ ഗണനീയ. ആ രൂപത്തിലാണ് മുസ്തഫ നബി അവരെ പറഞ്ഞത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മഹദിയുടെ കാലിന്റെ ചുവട്ടിൽ ഈ ബാഫഖി തങ്ങൾ ചിന്തിക്കുക, കേരളത്തിൽ നിന്ന് അവസാനമായി ഹജ്ജിന് പോയ ദിവസം ചെയ്തത് കണ്ട 2 സാക്ഷിയല്ല, 4 അല്ല, ഒരു 12 സാക്ഷിയെങ്കിലും ഇപ്പോൾ ഞാൻ കൊയിലാണ്ടിയിൽ കാണിച്ചു തരാം. ഇതൊക്കെ അറിഞ്ഞുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തുള്ള ഒരാൾക്ക് എന്തെങ്കിലും പറയാൻ പറ്റില്ല. ഞാൻ കളിച്ചു എന്തേ ചെയ്തത്? ആ ടൈമിങ് ഇങ്ങനെ ഞാനൊന്ന് വായിക്കാം. എന്താണ് തങ്ങൾ ചെയ്തത്? കണ്ടാളുകൾ ഒന്നുണ്ട്. തങ്ങന്മാരെ പള്ളിയിൽ നിന്ന് സുബഹി നിസ്കരിച്ചു. അവിടെ ഇരുന്ന് ഖുർആൻ ഓതി ദിക്ർ ചൊല്ലി സൂര്യോദയത്തോടുകൂടെ എണീറ്റ് വെള്ളിയാഴത്തിൽ ഒന്ന് സിയാറത്ത് ചെയ്യും. യാസീനോട് സിയാറത്ത് ചെയ്യും. അത് കഴിഞ്ഞ് ആദരിക്കപ്പെടുന്നവരെ വല്യപ്പമാര് വേറെ തങ്ങളുടെ ഖബറുണ്ട്, അവിടെ മക്ബറയുണ്ട്, അവിടെയും വന്ന് യാസീനോട് ദീർഘമായി സിയാറത്ത് ചെയ്യും. പിന്നെ തങ്ങന്മാരെ മക്ബറയുണ്ട് വിശാലമായ, അവിടെയും വന്ന് യാസീനോട് ദ്വാ ചെയ്തിട്ട് നേരെ വീട്ടിലേക്ക് പോകും. ആ യാത്രക്കിടയിൽ ഈ ആഴ്ചയും ഒരാൾ എന്നോട് പറഞ്ഞു, കുട്ടികളെ കണ്ടപ്പോൾ പൊരുത്തപ്പെടുന്ന എന്നുമില്ലാത്തൊരു രീതിയിൽ പറഞ്ഞിരുന്നു. പലരും എന്നോട് ഈ വിഷയം അന്ന് കണ്ടവരോട് മുഴുവൻ കുറ്റപ്പെടുന്ന അവസാനത്തെ പോക്ക് പോലെ ആയിരുന്നു പോയിരുന്നത്. 10 മണിയായപ്പോൾ വീട്ടിന്റെ മുറ്റത്താകെ പന്തലായിരുന്നു. വീട്ടിന്റെ മുറ്റത്ത് ജനനിബിഡമായി പാണക്കാട്ടെ പൂക്കുവയടക്കം ബഹുമാനപ്പെട്ട സാലിഹീങ്ങൾ, ആലിമീങ്ങൾ, ജീവിതത്തിൽ ഒരു കറാഹത്ത് ചെയ്യാത്ത കണ്ണിയത്തോരെ അടക്കമുള്ള ആളുകൾ വീട്ടിന്റെ മുറ്റത്ത് വന്ന് നിറഞ്ഞു. 10:30 മണിക്ക് മങ്കൂസ് മൗലൂദ് തോടി ഓടാൻ തുടങ്ങി.
അറ്റമെന്ന വാഹനത്തിൽ അറ്റമില്ല കേറി ഞാൻ തങ്ങളുടെ അന്യായമായി സയ്യിദി ഖൈറൻ നബി സ്വലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അഷ്ഫീഉൽ അബ്താഹി വൽ ഹബീബിൽ അറബി. കുട്ടികളെ, നിങ്ങൾ ഏത് സംഘടനയായിക്കോളും, പക്ഷെ നിഷ്പക്ഷമായി ചിന്തിക്കും. നിങ്ങൾ കാസിമിക്ക് വേണ്ടിയാവണം, നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചിന്തിക്കും. ഇവരൊക്കെ പഠിച്ചവരാണോ? ഈ ബാപ്പത്തെയും പഠിച്ച ആളാണോ? ഈ പൂക്കോയെ പഠിച്ച ആളാണോ? കണ്യത്തൊക്കെ പഠിച്ചവരാണെന്നാണോ നിങ്ങൾ പറയുന്നത്? അങ്ങനെ ചിന്തിക്കണം. കുറച്ച് കടന്നു പോയില്ലേ കുട്ടികളെ? അതൊന്ന് ലേശം താഴെക്കിറങ്ങി ചിന്തിച്ചൂടെ? ഒന്ന് തിരുത്തിക്കൂടെ? ഒന്ന് ആലോചിക്കും. നിഷ്പക്ഷമായി ഞാൻ വളരെ താഴ്മയിൽ പറയും. നിങ്ങളൊന്ന് നിഷ്പക്ഷമായി തീർന്നു എന്നിട്ട് ഷറഫല്ലാനാമയോടെ എല്ലാം കഴിഞ്ഞു. എന്നിട്ട് അവിടെ നിന്ന് ദീർഘമായി ദുആ ചെയ്തു. അവിടെ കൂടിയവർക്ക് മുഴുവനും ബഹുമാനപ്പെട്ടവർ സ്വതക്ക ചെയ്തു. കുന്നമംഗലം ലീഗ് ഓഫീസിന്റെ താഴെ പാർത്തിരുന്ന ഒരു സാധുവായ കൊറിയേറി അബൂബക്കർ എന്ന ഒരു സാധു. അയാൾ കഴിഞ്ഞ വർഷം മരിച്ചു. അയാൾ കാണുമ്പോഴൊക്കെ എന്നോട് സംസാരിച്ച പറയും, എന്റെ പോക്കറ്റിൽ അവസാനമായി മൗലൂദിന്റെ സദസ്സെന്ന് എന്റെ പോക്കറ്റിൽ പൈസ ദാനമായി കവറിട്ട് തന്നിട്ടാണ് ബാപ്പക്കത്തങ്ങൾ പോയത് എന്ന് പറയും. ആ ഒരു ബാക്കത്തിന്റെ പോക്കറ്റിലുണ്ട്. ആ ഒരു ബാക്കത്തോണ്ടാണ് ഞാൻ ജീവിക്കുന്നത് ഖാസിമി എന്ന് ആ സാധു കഴിഞ്ഞ വർഷം മരിച്ചു. ഒരു പാവമായി എന്റെ പോക്കറ്റിൽ അവസാനമായി പൈസ ഇട്ട് തന്നിട്ടാണ് ബാപ്പക്കത്തങ്ങൾ അയച്ചത്. ഞാൻ അവസാനിപ്പിക്കാം. ചിന്തിക്കും. എല്ലാം കഴിഞ്ഞു. എന്നിട്ട് അവിടെ ജമാഅത്തായി നിസ്കരിച്ചു. എന്നിട്ട് ഭക്ഷണം കഴിച്ചു. കുറച്ചാളുകൾ നേരത്തെ പ്ലാറ്റ്ഫോമിലേക്ക് പോയി. അത് കഴിഞ്ഞ് തങ്ങളും പരിവാരങ്ങളും പോയി. എന്നിട്ട് വണ്ടി വന്നു. വണ്ടി 5 മണിക്കുള്ള വണ്ടി കുറച്ചുകൂടി നേരം നിർത്തിക്കൊടുത്തു. തങ്ങൾ ബാബാക്ക് കയറാനുള്ളതുകൊണ്ട് കുറച്ചേരം നിർത്തിക്കൊടുത്തു. പ്ലാറ്റ്ഫോമിൽ നൂറുകണക്കിന് ആളുകൾ ഉണ്ടായിരുന്നു. കേരളീയ മുസ്ലിം ഉമ്മത്തിന്റെ പുരോഗതിക്കും സമാധാനത്തിന് ദീർഘമായി ദുആ ചെയ്തു. വണ്ടി കയറിപ്പോയി. ഇങ്ങനെ കണ്ട ആളുകൾ അനവധി ഇന്ന് കൊയിലാണ്ടി. ഈ പോക്കിലാണ് ഇത് തെറ്റായിരുന്നുവെങ്കിൽ, ഇത് ശുദ്ധായിരുന്നുവെങ്കിൽ എങ്ങനെ ഈ മനുഷ്യൻ ഇങ്ങനെ ഒരു മരണമുണ്ടാകും? ഞാൻ ഈ റബീഉൽ അവ്വലിന്റെ തുടക്കത്തിൽ ഒമാനിലായി. റബീഉൽ അവ്വൽ 12-നും 13-നും റബീഉൽ അവ്വൽ 12-നും 13-നും ഒമാനി സർക്കാർ അംഗീകൃത അവധിയാണ്. മുനാസബത്തൻ ബി ഇഹ്തിഫാലി മൗലിദിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നേരെ കഴിഞ്ഞ കൊല്ലം ഞാനും സാദിഖ് അലി ശിഹാബ് തങ്ങളും ബഹ്റൈനിലായിരുന്നു. ബഹ്റൈനിൽ റബീഉൽ അവ്വൽ 12-ന് അവധിയാണ്. ഹുക്കൂമത്തിന്റെ അവധിയാണ്, ഭരണകൂടത്തിന്റെ അവധിയാണ്. ഈ മുനാസബത്തി ഇഹ്തിഫാലി മൗലിദിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന്റെ നേരെ തലേ കൊല്ലം ഞാനും ഹൈദർ അലി ശിഹാബ് തങ്ങളും UAE-യിലായിരുന്നു. UAE-യിൽ ഔദ്യോഗികമായി അവിടുത്തെ സർക്കാരിന്റെ ഔഖാഫ് പുറത്തിറങ്ങിയ ടേബിൾ കലണ്ടർ എന്റെ വീട്ടിലുണ്ട്. റബീഉൽ അവ്വൽ 12-ന്റെ അവിടെ ഇങ്ങനെ വരച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. യൗമുൽ ഉത്ല, ഇന്ന് അവധി ദിവസമാണ്. യഹ്തഫിലുൽ മുസ്ലിമൂന ബിമീലാദിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് UAE സർക്കാർ അവധിയാണ് റബീഉൽ അവ്വൽ 12-ന്. ഈജിപ്തിൽ ഹുസ്നി മുബാറക്ക് കുതിരപ്പുറത്തെ ആഘോഷത്തോടു കൂടി വന്ന് പ്രസംഗിക്കുന്ന ഒരേ ഒരു സദസ്സ് മീലാദുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് കഴിഞ്ഞ വർഷം പങ്കെടുത്ത ആളുകൾ പോലും ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിപ്പുണ്ട്. ഈജിപ്തിൽ ഹുസ്നി മുബാറക്ക് കുതിരപ്പുറത്ത് വന്ന് പ്രസംഗിക്കുന്ന മൗലിദ് സദസ്സാണ് ഈജിപ്തിലെ ഏറ്റവും വലിയ ആഘോഷ സംരംഭം കൊല്ലത്തിൽ. അതിൽ കഴിഞ്ഞ വർഷം പോലും പങ്കെടുത്ത ആൾ ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിപ്പുണ്ട്. സുഡാനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷം, വാർഷികാഘോഷം ഇഹ്തിഫാലു മൗലിദിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് സംബന്ധമായി ചന്ദ്രികയിൽ 8-10 കൊല്ലം മുമ്പ് ഒരു ചർച്ച നടന്നിരുന്നു. ആ ചർച്ചയ്ക്ക്
വെച്ചുകൊണ്ട് അന്നത്തെ ചന്ദ്രികയുടെ സിറ്റിംഗ് എഡിറ്ററായിരുന്ന റഹീം മേച്ചേരിയാണ് മോഡറേറ്റീവ് ലേഖനം എഴുതിയത്. ആ ലേഖനം എന്റെ കയ്യിലുണ്ട്, ചന്ദ്രികയുടെ ഫയലിലും ഉണ്ടാവും. എന്താ റഹീം മേച്ചേരി എഴുതിയത്? ഈ വിഷയത്തിൽ കേരളീയ മുസ്ലിമീങ്ങൾ തർക്കിക്കാൻ പാടില്ലാത്തതാണ്. എന്തുകൊണ്ട്? ഇവിടെയുള്ള പല സംഘടനകളുടെയും അടിസ്ഥാന സംഘടനകൾ കേരളത്തിന് പുറത്ത് ഇത് ചെയ്യുന്നതാണ്. പാകിസ്ഥാനിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ഏറ്റവും വലിയ വാർഷിക സമ്മേളനം സിറ കോൺഫറൻസ് ആണ്. മീലാദ് മൗലിദിൻ നബി, ഇഹ്തിഫാൽ മൗലിദിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ നമ്മൾ ചിന്തിക്കണം. ആരെങ്കിലും ആട്ടിനെ പട്ടിയാക്കുന്നതിന്റെ പിന്നാലെ നമ്മൾ കൂടെ ഇല്ല. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഇത് നമ്മുടെ മൗലികമായ ഒരു കാര്യമാണ്. ഇത് നമ്മുടെ ജീവിതത്തിന്റെ നൈരന്തര്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ നിലനിൽക്കുന്നത് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്തിന്റെ സുമോഹനമായ തീരത്തിൽ നിന്നുകൊണ്ടാണ്. നമ്മുടെ സകല ബറക്കത്തിന്റെയും കാരണം ഹബീബായ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 1000 മാസം ഒട്ടകത്തിന്റെ താടിയെല്ലുകൊണ്ട് യുദ്ധം ചെയ്തവർക്ക് ലഭിച്ച കൂലിയേക്കാൾ വലിയ കൂലി നമുക്ക് ലഭിക്കും. അത്രയൊന്നും പണിയെടുക്കാതെ എന്താ കാരണം? 1000 കൊല്ലം 1000 മാസം ഒട്ടകത്തിന്റെ താടിയെല്ലുകൊണ്ട് യുദ്ധം ചെയ്തവർക്ക് കിട്ടാത്ത കൂലി നമുക്ക് ഒന്ന് റുക്കൂഇലോ സുജൂദിലോ ദുആയിലോ കുറച്ചു നേരം ഇരുന്നാൽ ഒരു രാത്രി കൊണ്ട് അര ദിവസം കൊണ്ട് കിട്ടും. എന്തേ? അവർക്ക് മുഹമ്മദ് നബി ഇല്ല, നമുക്ക് മുഹമ്മദ് നബി ഉണ്ട് എന്നതാണ് കാരണം. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ സിറാത്തിൽ കടന്നാലേ മറ്റാരും സിറാത്തിലേക്ക് വരൂ. എന്തേ? അവർക്ക് മുഹമ്മദ് നബി ഇല്ല, നമുക്ക് മുഹമ്മദ് നബി ഉണ്ട് എന്നതാണ് കാരണം. നമ്മൾക്ക് കൂലി തരുന്നത് കാണുമ്പോൾ രണ്ട് വിഭാഗങ്ങൾക്ക് ദേഷ്യം വരുമെന്ന് മുഹമ്മദ് നബി ഞങ്ങൾ കൂടുതൽ പണിയെടുത്തിട്ടും പറഞ്ഞ കൂലിയല്ലേ കിട്ടിയതെന്ന് ചോദിക്കും. അപ്പോൾ പറയും അല്ലാഹു എന്റെ മുഹമ്മദിന്റെ ന്യായികൾക്ക് ഇവർക്ക് ഞാൻ പ്രത്യേകമായി തീരുമാനിച്ചതാണ്. അവർക്ക് കൊടുക്കുന്നതിന് നിങ്ങൾക്ക് കുശുമ്പ് വേണ്ടെന്ന് അല്ലാഹു അവരോട് പറഞ്ഞു. ഇതൊക്കെ മുഹമ്മദിൻ. എല്ലാവരും 50,000 കൊല്ലം പൊരിവെയിലത്ത് നിൽക്കുമ്പോൾ ആദ്യം ഖലാ നമ്മൾക്കാണ്. അവസാനം വന്ന സമുദായം നമ്മളാണ്. എന്നാൽ ആദ്യത്തെ ഖലാ നമ്മൾക്കാണ്. എന്തുകൊണ്ട്? മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവർക്ക് മുഹമ്മദ് നബി ഇല്ല, നമുക്കതുണ്ട് എന്നതാണ് കാരണം. ആദ്യമായി സ്വർഗത്തിൽ കടക്കുന്നത് സ്വർഗാവകാശികൾ മുൻ സമുദായങ്ങളിൽ ഉണ്ടെങ്കിലും ആദ്യത്തെ സ്വർഗാവകാശികൾ സ്വർഗത്തിൽ കടക്കുന്നത് നമ്മളാണ്. മുഹമ്മദിൻ എന്ന് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാം മുഹമ്മദ് നബിയാ. മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസ്സഖലൈനി വൽ ഫരീഖൈനി മിൻ ഹുബ്ബിൻ വമിൻ അജമി മൗലായ സ്വല്ലി വസല്ലം من عبد على حبيبك خير الخلق كلهم هو الحبيب الذي ترجى شفاعته لكل هول من الأهوال مقتحم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ഈ വിഷയം സമാപിക്കുന്നില്ല, ഇനിയും കണ്ടുമുട്ടുമ്പോൾ പറയാം. ഞാൻ അർത്ഥവിരാമം ചെയ്യുകയാണ്. അല്ലാഹു നമ്മെ നല്ലവരിൽ പെടുത്തട്ടെ. ഇനിയും ഉസ്താദുമാർ പ്രസംഗിക്കാനുണ്ട്. അല്ലാഹു നമ്മെ സ്വാലിഹീങ്ങളിൽ പെടുത്തട്ടെ. ഹബീബിനെ കൊണ്ട് അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ. ഹബീബിന്റെ ഖിയാർ ഉമ്മത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. ഹബീബിന്റെ കൂടെ സിറാത്ത് കടക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. ഹബീബിന്റെ കൗസിൽ നിന്ന് കൗസർ കുടിക്കുന്നവരിൽ അല്ലാഹു നമ്മെ ചേർക്കട്ടെ. ഹബീബിന്റെ അരികിൽ വന്ന് കൗസർ വാങ്ങാൻ തൗഫീഖ് ചെയ്യട്ടെ. മൻ ഖാമ ബിഹവായിജിൽ മുസ്ലിമീന അകൂനു വാഖിഫൻ സമുദായത്തിന് വേണ്ടി ആരെങ്കിലും പ്രവർത്തിച്ചാൽ അവന്റെ മീസാൻ എടുക്കുമ്പോൾ ഞാൻ അവിടെ പോയി നിൽക്കും. അവന് സ്വയം കയറാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ ശഫാഅത്ത് കൊണ്ട് അവനെ കേട്ടും എന്ന് പറഞ്ഞിട്ടുണ്ട്. പഠിച്ചവനെ, ഹബീബിന്റെ സമുദായത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ ഞങ്ങൾ നിസ്സാരമെങ്കിലും ഈ പ്രവർത്തനത്തെയും ഉൾപ്പെടുത്തണമേ തമ്പുരാനെ. ഞങ്ങളെല്ലാവരും ഈ അല്ലാഹുവേ പഠിച്ചവനെ, ക്യാൻസർ എന്ന ലോകം മഹാമാരിയായ വിപത്തിനെ തൊട്ട് ഈ ഹബീബിന്റെ മദഹിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തണമേ തമ്പുരാനെ. കിഡ്നിയുടെ തകരാറ്, ബ്രെയിനിന്റെ തകരാറ്, ഹാർട്ടിന്റെ തകരാറ്, വെള്ളപ്പാണ്ട്, കുഷ്ഠം, മാറാവ്യാധി എല്ലാത്തിനെ തൊട്ടും ഹബീബിന്റെ മദഹ് കൊണ്ട് ഞങ്ങളെ കാക്കണമേ റബ്ബേ. വായുവിൽ സഞ്ചരിക്കുമ്പോൾ, വെള്ളത്തിൽ സഞ്ചരിക്കുമ്പോൾ, കരയിൽ സഞ്ചരിക്കുമ്പോൾ ഹബീബിന്റെ മഹബത്ത് എന്ന ബറക്കത്ത് കൊണ്ട് നല്ല ഫൈളാനായ റഹ്മത്ത് ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ നീ താങ്ങി നിർത്തണമേ തമ്പുരാനെ. ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണമേ റബ്ബേ. ലോകത്തെവിടെയും സാമ്പത്തിക പരാധീനത വളരുകയാണ്, സാമ്പത്തിക പ്രയാസങ്ങൾ വളരുകയാണ്. ഒരു
5 ലക്ഷം ആളുകൾ അടുത്ത ഡിസംബർ ആകുമ്പോഴത്തേക്ക് കേരളത്തിലേക്ക് ഗൾഫുകാർ മടങ്ങി വരുമെന്നാണ് കണക്ക്. കേരളം തൊഴിലില്ലാത്തവരുടെ നാടായി ഒരു ഭ്രാന്താലയമായി തീരും. പടച്ചോനെ നീ കാക്കണമേ തമ്പുരാനെ. ഹബീബിന്റെ ബറക്കത്തിന്റെ മദഹിന്റെ ബറക്കത്തിന്റെ ഈ സദസ്സിലുള്ള ദുആഇനെ കബൂലാക്കണമേ റബ്ബേ. ലോകത്തെ സാമ്പത്തിക പ്രയാസത്തിന്റെ പരിഹാരം ഒബാമക്കറിയൂല, പക്ഷെ നിനക്കറിയോല പടച്ചോനെ. ഹബീബിന്റെ റഹ്മത്ത് കൊണ്ട് ഞങ്ങൾ തവസ്സുലാക്കുകയാണ് റബ്ബേ. ഹബീബിന്റെ മനോഹോട് തവസ്സുലാക്കുകയാണ് റബ്ബേ. സർവ്വലോക രാജ്യങ്ങളിൽ നിന്നും ദാരിദ്ര്യം എടുത്തു കളയണമേ റബ്ബേ. എല്ലാ നാടുകളിലും ഏത് മതക്കാരിലും കഞ്ഞി കുടിക്കാത്ത ബുദ്ധിമുട്ടുണ്ടാകരുത് റബ്ബേ. മരുന്ന് വാങ്ങാൻ കുഴങ്ങരുത് റബ്ബേ. എല്ലാവരുടെ പ്രയാസവും നീക്കണമേ റബ്ബേ. മതമേതോ ആകട്ടെ, പ്രയാസം ഈ ലോകത്തുനിന്ന് നീ റഹ്മാനാണല്ലോ റബ്ബേ. നീ മുത്തയായ ആസിക്കും നൽകുന്നവനാണല്ലോ റബ്ബേ. നിന്റെ റഹ്മത്ത് നീ തടയരുതേ തമ്പുരാനെ. എല്ലാവർക്കും തുറന്നു തരണമേ റബ്ബേ. ഞങ്ങൾക്കിടയിൽ സ്നേഹമിട്ട് തരണമേ റബ്ബേ. സുന്നത്തിയമായത്തിന്റെ ഈ പട്ടാളത്തിനെ വിജയിപ്പിക്കണമേ റബ്ബേ. ചെറുപ്പക്കാർ എല്ലാവരും ഏതുവിധ പ്രതിസന്ധികളിൽ നിന്നും ശത്രുഭയങ്ങളിൽ നിന്നും അവരെ നീ കാക്കണമേ റബ്ബേ. ഞങ്ങൾക്കിടയിലുള്ള ഈ വഹദത്ത്, ഈ യൂണിറ്റി, ഈ ഐക്യത്തെ നിലനിർത്തണമേ തമ്പുരാനെ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പാണക്കാട് സയ്യിദ് കുടുംബം എന്ന ഈ കരുത്തുറ്റ നേതൃത്വത്തിന്റെ കീഴിൽ ഞങ്ങൾ നീ ഉറപ്പിച്ചു നിർത്തണമേ തമ്പുരാനെ. ആ ഒരു മഹത്തായ ആ സംഘത്തിന്റെ കൂടെ ഞങ്ങൾ നീ നിർത്തണമേ തമ്പുരാനെ. അല്ലാഹുവേ, എല്ലാവർക്കും നല്ല മനസ്സും നല്ല ബോധവും നല്ല ബുദ്ധിയും നൽകണമേ തമ്പുരാനെ. റബ്ബന ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ മുസ്ലിമീന വഅൽഹിഖനാ ബിസ്സാലിഹീൻ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. റബ്ബേ എനിക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്തു. അസ്സലാമു അലൈക്കും. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട CK മാണി ഉസ്താദ് അവറുകളും ഈ പരിപാടിയുമായി സംബന്ധിച്ച മുഴുവൻ ആളുകൾക്കും ഒറ്റ വാക്കിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് 3 സലാത്തോടു കൂടി യോഗം പിരിച്ചുവിട്ടതായി പ്രഖ്യാപിക്കുന്നു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം.